നമുക്ക് വളരെ സുപരിചിതനായ യേശുക്രിസ്തുവിൻ്റെ പ്രഥമ അപ്പോസ്തോലൻ, ശിഷ്യഗണത്തിൽപ്പെട്ട അപ്പോസ്തോലനായ പത്രോസ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പത്രോസിനെ കുറിച്ച് അറിയാം. പത്രോസിനെ കുറിച്ച് പറയുമ്പോൾ ഇന്ന് അപരിചിതമായ ഒരു കാര്യങ്ങളും എനിക്ക് നിങ്ങളുടെ മുൻപിൽ പറയാനില്ല. പക്ഷേ ആ ജീവിതത്തിൽ നിന്നും നമുക്ക് ചില കാര്യങ്ങൾ ഇന്നിൻ്റെ സാഹചര്യത്തിൽ ആവശ്യമാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഇന്ന് രാത്രി ഈ വചനം നിങ്ങളുമായി പങ്കുവെക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. ആദ്യമായി നാം കുറിവാക്യമായി വായിച്ച വാക്യം എന്താണ്? നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്നാണ് യേശു പറയുന്നത്. പ്രിയപ്പെട്ടവരെ, പത്രോസിൻ്റെ മുഖത്ത് നോക്കി യേശു രണ്ട് കാര്യങ്ങൾ പറഞ്ഞതാണ് ഇന്ന് രാത്രി ഞാൻ കുറിവാക്യമായി വായിച്ചത്. ഒന്നാമത്, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. രണ്ടാമത് യേശു പറയുകയാണ്, കോഴി കൂകുന്നതിന് മുൻപേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും. ഈ രണ്ട് കാര്യങ്ങളും യേശു പത്രോസിന്റെ മുഖത്ത് നോക്കി പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശു ചോദിക്കുന്നത് തൻ്റെ ശിഷ്യഗണത്തോട്, ഞാൻ ആരാണ്? പ്രൈസ് ദി ലോർഡ്. പത്രോസ് ചാടി ഉത്തരം പറഞ്ഞെന്താ? നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. സംശയലേശമെന്നെ പത്രോസ് മറുപടി പറയുകയാണ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഹല്ലേലൂയ. കർത്താവ് പറയുകയാണ്, പത്രോസേ നീ പത്രോസാ എന്ന് പറഞ്ഞാൽ ആരാ? പത്രോസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? പാറയാണ്. ഈ പാറ, ഹല്ലേലൂയ, ഇതിനെ നോക്കുമ്പോൾ കർത്താവ് വ്യക്തമായി കണ്ടൊരു കാര്യമുണ്ട്. പത്രോസിനെ ആദ്യമായി കണ്ടപ്പോൾ തന്നെ കർത്താവിന് മനസ്സിലായി, ഇവനൊരു ചഞ്ചല ഹൃദയനാണ്, ഇവന് ഉറപ്പുള്ളവനല്ല. പക്ഷെ യേശു അവനെ ഇപ്പോൾ വിളിക്കുന്ന എന്താ? നീ പാറയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, കണ്ടപ്പോഴേ മനസ്സിലായതാ, ഇവൻ പാറയൊന്നുമല്ല, ഇവൻ ചഞ്ചല ഹൃദയത്തിന് ഉടമയാണ്. എന്നെയും നിങ്ങളെയും കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്ന ഒരു ഉടയവൻ്റെ മുൻപിലാണ് ഇന്ന് രാത്രി ഞാനും നിങ്ങളും ഇരിക്കുന്നത്. മറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല, സകലവും വെളിച്ചത്താണ് നമ്മുടെ ഉള്ളവസ്ഥ അറിയുന്ന കർത്താവ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ചാടിക്കേറി ഉത്തരം പറഞ്ഞു. യേശു പറയുകയാ, മോനെ നീ, ഹല്ലേലൂയ, പാറയാണ്. ദൈവത്തിന് സ്തോത്രം. നീ പാറയാണ്. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവാകുന്ന പാറമേൽ നീ പണിയപ്പെടേണ്ടവനാണ്. അതുകൊണ്ട് തന്നെ പാതാള ഗോപുരങ്ങൾ ജയിക്കാതെ വണ്ണം, ഹല്ലേലൂയ, ക്രിസ്തുവാകുന്ന പാറമേൽ നീ പണിയപ്പെടും. നിന്നിൽ സഭയും പണിയപ്പെടും. ദൈവത്തിന് സ്തോത്രം. സഭയുടെ നാഥൻ ക്രിസ്തുവാണ്. ക്രിസ്തുവാകുന്ന പാറമേലാണ് സഭ പണിഞ്ഞിരിക്കുന്നത്. പക്ഷെ യേശു പത്രോസിനോട് പറയുകയാണ്, എന്താ? നിന്നിൽ, ഹല്ലേലൂയ, ആ പാറയെപ്പോലെ സ്ഥിരതയുള്ളവനാക്കി ഞാൻ നിന്നെ തീർക്കും. പക്ഷെ പത്രോസിന്റെ ജീവിതം പരാജയത്തിലേക്ക് പോകുകയാണ്. പത്രോസിനെ നോക്കിക്കൊണ്ട് ഇന്ന് രാത്രി നമുക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. പത്രോസിനോട് കർത്താവ് പറഞ്ഞു, പത്രോസേ നീ പാറയാണ്. പക്ഷേ ഈ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 75-ാം വാക്യത്തിൽ വരുമ്പോൾ അവിടെ നാം കാണുകയാ, കോഴി കൂകും മുൻപേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും. പത്രോസേ, ഇന്ന് രാത്രി ഒരു ചോദ്യം നമുക്ക് പത്രോസിനോട് ചോദിക്കാം. പാറയായ പത്രോസേ, നീ എങ്ങനെ പൊടിയായി മാറി? നീ പാറയാണ്, പക്ഷെ നീ ആരായി മാറി? ഇപ്പോൾ നീ ഒരു പൊടിയായി മാറി. എങ്ങനെ? പ്രിയപ്പെട്ടവരെ, പാറയെന്ന് അഭിമാനിക്കുന്ന ജീവിതങ്ങൾ പൊടിയായി മാറുന്നത് ഒരു ദിവസം കൊണ്ടോ, ഒരു മാസം കൊണ്ടോ, ഒരു വർഷം കൊണ്ടോ അല്ല. പാറ പൊടിയാകുന്നതിന് ഒരുപാട് സമയം ആവശ്യമാണ്. അനേക പ്രാവശ്യം വെള്ളം അതിന്മേൽ ശക്തമായി വീഴുമ്പോൾ അനേക വർഷങ്ങൾ കൊണ്ടാണ് ഈ പാറ എന്ത് ചെയ്യുന്നത്? പൊടിയായി മാറുന്നത്. പത്രോസിന്റെ ജീവിതം ഒറ്റ ദിവസം കൊണ്ടല്ല പരാജയപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് പാറയായി നിന്നവൻ പൊടിയായി മാറിയത്. എങ്ങനെയാണ് പാറയായി നിന്നവൻ പൊടിയായി മാറുന്നത്? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 40-41 വാക്യങ്ങളിൽ നാം വായിക്കുന്നു. പിന്നെ അവൻ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു, അവർ ഉറങ്ങുന്നത് കണ്ടു. പത്രോസിനോട്, എന്നോട് കൂടെ ഒരു നാഴിക പോലും ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലയോ? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. ആത്മാവ് ഒരുക്കമുള്ളത്, ജഡമോ ബലഹീനമത്രേ. പത്രോസേ, പാറയായ നീ എങ്ങനെ പൊടിയായി മാറി?
രാത്രി ഒന്നാമത് കാരണം എന്താണെന്നറിയാമോ? അവൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ശോഷണമാണ്. അവൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ അപര്യാപ്തതയാണ്. അവൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ കുറവാണ് അവൻ ആരായി മാറാൻ കാരണം, പൊടിയായി മാറാൻ കാരണം. ഗത്സമന തോട്ടത്തിൽ വന്ന് ശിഷ്യന്മാരോട് കൂടെ, തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട്, പത്രോസിനോടും സെബദി പുത്രന്മാരോടും കൂടെ വന്ന് ഗത്സമന തോട്ടത്തിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന അരുമനാഥനായ ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കൂ പ്രിയപ്പെട്ടവരെ. ഇന്ന് രാത്രി അവൻ്റെ ഉള്ളം മരണവേദന പോലെ, അവൻ വേദനപ്പെട്ടുള്ളം കലങ്ങി മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ ഒരു നാഴിക തനിക്ക് വേണ്ടി ഉണർന്നിരിക്കുമെന്ന് ആര് പ്രതീക്ഷിച്ചു? എൻ്റെ ക്രിസ്തു പ്രതീക്ഷിച്ചു. പക്ഷേ എൻ്റെ ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്ക. അവൻ പ്രാർത്ഥിച്ച് ഹൃദയം തകർന്ന് മടങ്ങി വരുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ എന്ത് ചെയ്യുകയാണ്? പ്രൈസ് ദി ലോർഡ്, ഉറങ്ങുകയാണ്. പ്രാർത്ഥനാ ജീവിതം തകരുമ്പോൾ പാറയായി നിൽക്കുന്ന നാം ആരായി മാറും? പൊടിയായി മാറും. ഇന്ന് ഏറ്റവും കൂടുതൽ കുറവുള്ളത് ഏത് ശുശ്രൂഷയ്ക്കാണ് പ്രിയപ്പെട്ടവരെ? പ്രാർത്ഥനയ്ക്കാണ്. നമ്മൾ എത്രയധികം ശുശ്രൂഷ ചെയ്യുന്നുവോ അത്രയധികം ശക്തി പ്രാപിച്ചെങ്കിൽ മാത്രമേ ആ ശുശ്രൂഷ വിജയിക്കുകയുള്ളൂ. ആ ശക്തി പ്രാപിക്കണമെങ്കിൽ നാം എന്ത് ചെയ്തോണം? പ്രാർത്ഥിക്കണം. മാർട്ടിൻ ലൂഥറിനോട് ഒരാൾ ഒരിക്കൽ പിറ്റേ ദിവസത്തെ തൻ്റെ ദിനചര്യകളെക്കുറിച്ച് ചോദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ദിനചര്യകളെക്കുറിച്ച് പറയുകയാണ്. ഒരുപാട് കാര്യങ്ങൾ നാളത്തെ ദിവസം എനിക്ക് ചെയ്തു തീർക്കാനുണ്ട്. അദ്ദേഹം ലിസ്റ്റ് അവിടെ പറഞ്ഞു. ഒരുപാട് കാര്യങ്ങൾ നാളത്തേക്ക് ചെയ്തു തീർക്കാനുണ്ട്. എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ്, എനിക്ക് ഇത്രയും കാര്യങ്ങൾ നാളത്തെ ദിവസം ചെയ്തു തീർക്കണം, അതുകൊണ്ട് 24 മണിക്കൂർ പോലും എനിക്ക് തികയില്ല. പക്ഷേ ഞാൻ ആദ്യത്തെ 3 മണിക്കൂർ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി ചെലവഴിക്കും. മാർട്ടിൻ ലൂഥർ പറയുകയാണ്, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ 24 മണിക്കൂർ കൊണ്ടുപോലും ചെയ്തു തീർക്കാൻ പറ്റാത്ത കാര്യങ്ങൾ എൻ്റെ മുൻപിലുണ്ട്. പക്ഷേ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? നാളത്തെ ദിവസം ആദ്യത്തെ 3 മണിക്കൂർ എന്തിനായി മാറ്റിവെക്കും? പ്രാർത്ഥനയ്ക്കായി മാറ്റിവെക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, നാം ശുശ്രൂഷ ചെയ്യണമെങ്കിൽ, നാം ബലപ്പെട്ട് ശുശ്രൂഷ ചെയ്യണമെങ്കിൽ, നാം ഫലകരമായി ശുശ്രൂഷ ചെയ്യണമെങ്കിൽ എന്തു വേണം? പ്രാർത്ഥന വേണം. ചിലവാകുന്നതിനനുസരിച്ച് എന്തു വേണം? സാമ്പത്തിക കാര്യങ്ങൾ ചിലവാകുന്നതിനനുസരിച്ച് എന്തും വന്നുകൊണ്ടിരിക്കണം, വരവും ഉണ്ടാകണം. ഇല്ലെങ്കിൽ എന്തോ ചെയ്യും? നമ്മുടെ സാമ്പത്തിക മേഖലയെല്ലാം തകർന്ന് തരിപ്പണമാകും. ഇത് തന്നെയാണ് പ്രാർത്ഥനാ ജീവിതവും. ഊർജം മുഴുവൻ, കിട്ടിയ കൃപ മുഴുവൻ അങ്ങ് കളയുകയാണ്. പുതിയ കൃപ പ്രാപിച്ചില്ലെങ്കിൽ ഫലകരമായി ശുശ്രൂഷ ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് പ്രാർത്ഥന ജീവിതത്തിൻ്റെ അനിവാര്യമായ ഘടകമാണ്. ഇന്നലെ രാത്രിയിലും പ്രിയപ്പെട്ട ജോസിയച്ചൻ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞത് ഞാനിവിടെ പല പ്രാവശ്യം ആവർത്തിച്ചുരുവിടുന്നത് കേട്ടു. ഹന്നയുടെ പ്രാർത്ഥനയെക്കുറിച്ച്. എന്തുകൊണ്ടാണ് നാം പ്രാർത്ഥിക്കേണ്ടത്? പ്രിയപ്പെട്ടവരെ, 3 കാര്യങ്ങൾ പ്രാർത്ഥനയെക്കുറിച്ചൊന്ന് പറഞ്ഞിട്ട് ഞാൻ മടങ്ങി വരാം. എന്തുകൊണ്ട് പ്രാർത്ഥിക്കണം? കർത്താവ് പ്രാർത്ഥിച്ചത് കൊണ്ട് നാം പ്രാർത്ഥിക്കണം. എന്താ കർത്താവ് നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുള്ളത്? ഏത് കാര്യം ചെയ്തപ്പോഴും യേശു കർത്താവ് എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. പ്രാർത്ഥന, പ്രാർത്ഥന, പ്രാർത്ഥന. ഇത് കർത്താവിൻ്റെ ജീവിതത്തിൽ കർത്താവ് നമ്മെ പഠിപ്പിച്ച ഒന്നാണ്. വീണ്ടും എന്തിനു പ്രാർത്ഥിക്കണമെന്ന് ചോദിച്ചാൽ, യേശു കർത്താവ് പ്രാർത്ഥിക്കാൻ പറഞ്ഞതുകൊണ്ട് നാം പ്രാർത്ഥിക്കണം. യേശു പറഞ്ഞു, യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട. പിന്നെ ആരെ ചൊല്ലി കരയണം? നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയണം. ഇന്ന് കരച്ചിലിന് ഏറ്റവും ആവശ്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, തലമുറയ്ക്ക് വേണ്ടി കരയുന്ന മാതാപിതാക്കളാണ് ഇന്നിൻ്റെ ആവശ്യം. ഞാനും നിങ്ങളും ഈ പുസ്തകം എടുത്തതിൻ്റെ കാരണം എന്താ? പ്രൈസ് ദി ലോർഡ്. കരയുന്ന മാതാപിതാക്കളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ തലമുറ ഈ പുസ്തകം എടുത്തത്. അടുത്ത തലമുറ അത് എടുക്കണമെങ്കിൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥന, കർത്താവ് പ്രാർത്ഥിച്ചതുകൊണ്ട് നാം പ്രാർത്ഥിക്കണം. കർത്താവ് പ്രാർത്ഥിക്കാൻ പറഞ്ഞതുകൊണ്ട് നാം പ്രാർത്ഥിക്കണം. മാത്രമല്ല, എപ്പോഴും നാം പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. എപ്പോഴും പ്രാർത്ഥിക്കണം. കൊർന്നല്യോസിനെ കുറിച്ച് കർത്താവിന് ഇഷ്ടം തോന്നിയ കാര്യം എന്താ? അവനെക്കുറിച്ച് പറഞ്ഞു, അവൻ ധർമ്മം കൊടുത്തു, അവൻ എല്ലാ കാര്യം ചെയ്തു. പക്ഷേ അവിടെ ഏറ്റവും പ്രസക്തമായി പറഞ്ഞത് എന്താ? കൊർന്നല്യോസ് എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചു പോന്നു. അതാണ് കൊർന്നല്യോസിനെ രക്ഷപ്പെടുത്താൻ കർത്താവിന് ഇഷ്ടം തോന്നിയത്. ഇംഗ്ലീഷിൽ ഇങ്ങനെ ഒരു ചൊല്ലുണ്ടല്ലോ, മോർ പ്രയർ മോർ പവർ, ലെസ് പ്രയർ ലെസ് പവർ, നോ പ്രയർ
നോ പവർ. പ്രാർത്ഥനയില്ലെങ്കിൽ എന്തില്ല? ശക്തിയില്ല. പ്രാർത്ഥിക്കുന്നവനാണ് ശക്തിയുള്ളത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാനും നിങ്ങളും കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയുടെ മറുപടി എല്ലാറ്റിനും കിട്ടണമെന്നില്ല. 3 കാര്യങ്ങളാണ് പ്രാർത്ഥനയിൽ നാം ശ്രദ്ധിക്കേണ്ടത്. ചില കാര്യങ്ങൾ നാം പ്രാർത്ഥിക്കുമ്പോൾ ഉടനെ മറുപടിയുണ്ട്, അല്ലേ? പ്രാർത്ഥനയ്ക്ക് യെസ് എന്ന മറുപടിയുണ്ട്. നാം പ്രാർത്ഥിക്കുകയും ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുകയും ചെയ്യുന്നത് ഒരുമിച്ചായിരിക്കും. ബർത്തിമായി നിലവിളിച്ചു, യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. യേശു അവിടെ നിന്നു. പ്രൈസ് ദി ലോർഡ്. മാറ്റം, സമയത്തിനൊന്നും മാറ്റം ഉണ്ടായില്ല. ഓൺ ദ സ്പോട്ടിൽ അവൻ എന്ത് ലഭിച്ചു? സൗഖ്യം ലഭിച്ചു. കുളക്കരയിൽ രോഗി 38 വർഷമായി കുളക്കരയിൽ കിടക്കുന്നവനാ. അവൻ ഒറ്റ നിമിഷം കൊണ്ട് കർത്താവ് എന്ത് കൊടുത്തു? സൗഖ്യം കൊടുത്തു. മുൻപോട്ട് നോക്കിയാലേ, ഹല്ലേലൂയ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 11-ാം അധ്യായത്തിൽ ലാസറിനെ നാം കാണുന്നുണ്ട്. ലാസർ ദീനമായി കിടക്കുന്നു. അവൻ്റെ അടുക്കലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് എന്തോ പറഞ്ഞു? സമയം ആയിട്ടില്ല, വെയിറ്റ്. ഇത് പ്രാർത്ഥനയുടെ മറ്റൊരു മറുപടിയാണ്. താമസമുണ്ട്, ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു സമയമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമയത്ത് പ്രവർത്തിക്കുന്നവനല്ല ദൈവം. പിന്നെയോ ദൈവത്തിൻ്റെ സമയത്താണ് ദൈവം പ്രവർത്തിക്കുന്നത്. അവൻ്റെ പദ്ധതിക്ക് വേണ്ടി, അവൻ പ്രവർത്തിക്കുന്ന സമയത്തിനു വേണ്ടി കാത്തിരിക്കുന്നവനാണ് യഥാർത്ഥ ദൈവ പൈതൽ. വീണ്ടും 3-മതൊരു പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. എന്താണെന്നറിയാമോ? നോ. എല്ലാ പ്രാർത്ഥനയ്ക്കും യെസ് എന്നോ വെയിറ്റ് എന്നോ കിട്ടില്ല. പൗലോസ് 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു, ദൈവമേ എൻ്റെ ജഡത്തിൻ്റെ ശൂലം നീക്കിത്തരണം. കർത്താവ് എന്തോ പറഞ്ഞേ? എൻ്റെ കൃപ നിനക്ക് മതി. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഏത് മറുപടി ആയിക്കോട്ടെ, ആ മറുപടി കർത്താവിൻ്റെ തീരുമാനമാണ്. അത് നമുക്ക് കൈകടത്താൻ പറ്റില്ല. പക്ഷെ നാം ചെയ്യേണ്ടത് എന്താ? നാം എപ്പോഴും പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും പ്രസക്തമായ കാര്യം. ജീവിതത്തിൽ പ്രാർത്ഥന ജീവിതം തകരാൻ തുടങ്ങുമ്പോൾ നാം പൊടിയാൻ തുടങ്ങും. പത്രോസേ, നീ എന്തുകൊണ്ട് പൊടിയായി മാറിയെന്ന് ചോദിച്ചാൽ എന്താ കാരണം? അവൻ്റെ പ്രാർത്ഥനാ ജീവിതം തകരാൻ തുടങ്ങി. ശരീരത്തിൻ്റെ സുഖത്തിന് വേണ്ടി അവൻ ഉറങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, ബലഹീനന്റെ ബലവും ബലവാന്റെ ബലഹീനതയുമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഈ ബലഹീനതയിൽ ഈ ശരീരം ബലഹീനമാണെങ്കിലും ദൈവത്തിന് സ്തോത്രം, അവൻ്റെ കൃപയിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. ആ കൃപയിൽ, പ്രാർത്ഥനയിൽ വളർന്നാൽ ജീവിതത്തിൽ അസാധ്യമെന്നൊന്ന് പറയാനായിട്ടില്ല. ഫാദർ ടിച്ചു വർഗീസ്, അദ്ദേഹം ഓർത്തഡോക്സ് സഭയിലെ ഒരു പട്ടക്കാരനാണ്. അദ്ദേഹം ഒരു ദിവസം കോട്ടയത്ത് നിന്നും കടമറ്റത്തിനപ്പുറത്തുള്ള ഒരു സ്ഥലത്തേക്ക് വചന ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു പോകുകയാണ്. ഒരു ശനിയാഴ്ച സന്ധ്യയിൽ അദ്ദേഹം യാത്ര ആരംഭിക്കുകയാണ്. അപ്പോൾ അന്ന് അദ്ദേഹത്തിൻ്റെ ദൈവാലയത്തിൽ ഒരു ശവസംസ്കാര ശുശ്രൂഷ ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം ഞായറാഴ്ച ആയതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ക്രമീകരിക്കണമായിരുന്നു. എല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം 6 മണി കഴിഞ്ഞു തൻ്റെ കോട്ടയത്ത് നിന്നും യാത്ര ആരംഭിക്കുമ്പോൾ പ്രസംഗ സമയം ആയപ്പോഴേക്കും അദ്ദേഹം അവിടെ എത്തി. പ്രിയപ്പെട്ടവരെ, പ്രസംഗം കഴിഞ്ഞു, ഭക്ഷണം കഴിഞ്ഞ് തിരിച്ച് യാത്ര ആരംഭിക്കുകയാണ്. ദീർഘദൂരം യാത്രയുണ്ട്. അദ്ദേഹം അവിടെ നിന്നും യാത്ര തിരിക്കുകയാണ്. യാത്ര തിരിച്ച് കുറേ ഇങ്ങോട്ട് പോരുമ്പോഴാണ് പെട്ടെന്ന് തൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമുണ്ട്. തൻ്റെ വാഹനം, അതിൻ്റെ മുൻപിലത്തെ ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നു. അദ്ദേഹം നോക്കുമ്പോൾ പെട്രോൾ തീരാൻ പോകുകയാണ്. അർദ്ധരാത്രിയാകുന്നു, സമയം 11 മണിയോട് അടുക്കുന്നു. ഇനിയും അദ്ദേഹം ശ്രദ്ധിച്ചപ്പോൾ 11 കിലോമീറ്ററിനപ്പുറത്താണ് ഒരു പെട്രോൾ പമ്പുള്ളത്. അപ്പോൾ ഓടിയെത്താൻ പറ്റുമോ എന്ന് ഒരു ഉറപ്പുമില്ല. പക്ഷെ പ്രാർത്ഥനയോടെ അദ്ദേഹം വാഹനം മുൻപോട്ട് ഓടിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ 6:45 വിശുദ്ധ കുർബാന ശുശ്രൂഷയ്ക്ക് പ്രവേശിക്കണം. എന്താണ് സംഭവിക്കുന്നതെന്നൊന്നും അറിയില്ല. ഈ രാത്രിയിൽ വാഹനമോടി ഏറ്റുമാനൂരിൽ എത്തണമെങ്കിൽ 23 കിലോമീറ്റർ വരണം. ഏറ്റുമാനൂർ വരെ ഓടിയെത്തുമോ എന്ന് ഉറപ്പില്ല. 11 കിലോമീറ്റർ അപ്പുറത്തേക്ക് വണ്ടി എത്തിയാൽ ഒരു പെട്രോൾ പമ്പ് ഉണ്ടെന്ന് അച്ഛൻ അറിയാം. അച്ഛൻ വാഹനം ഓടിച്ചു, മുൻപോട്ട് വന്നു. 11 കിലോമീറ്റർ അപ്പുറത്തുള്ള ഈ പെട്രോൾ പമ്പിനടുത്ത് വാഹനം എത്തി. പക്ഷേ നോക്കുമ്പോൾ പമ്പ് അടച്ചു. രാത്രി 11 മണിയായി, പെട്രോൾ പമ്പ് അടച്ചു. അച്ഛൻ നിരാശനായി. ഇനി അടുത്ത കിലോമീറ്ററുകൾ വണ്ടി ഓടിയെത്തുമെന്ന് ഒരു ഉറപ്പുമില്ല. ഈ അർദ്ധരാത്രിയിൽ വേറൊരു അച്ഛനെ വിളിച്ച് കുർബാന ശുശ്രൂഷ നടത്താൻ, ഒരു ക്രമീകരണം ചെയ്യാനുള്ള സമയവും മുൻപിൽ ശേഷിക്കുന്നില്ല. പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം മുൻപോട്ട് വാഹനം ഓടിച്ചു. പക്ഷേ മുൻപോട്ടെടുക്കുമ്പോൾ 150 മീറ്റർ അപ്പുറത്തേക്ക് ചെല്ലുമ്പോൾ ഈ വാഹനം അവിടെ നിന്നു. വണ്ടിയുടെ പെട്രോൾ തീർന്നു. എന്ത് ചെയ്യാൻ പറ്റും?
രാത്രി 11 മണി കഴിഞ്ഞ സമയത്ത് പെട്രോൾ പമ്പ് അടച്ചുകൊടുത്ത് ഏറ്റുമാനൂർ വരെ എത്താൻ ഒരു മാർഗവുമില്ല. സുഹൃത്തുക്കളായി ആരും കൂടില്ല. അച്ഛൻ നോക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഒരു ഹോട്ടൽ ദ്വാരക, ആ ദ്വാരക ഹോട്ടൽ പൂട്ടിയിട്ട് ഹോട്ടലിൻ്റെ ഉടമസ്ഥൻ ബിനുവും 2 ജോലിക്കാരും കൂടെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അച്ഛൻ വാഹനം നിർത്തി ആ വാഹനത്തിൽ നിന്ന് ഇറങ്ങി അപ്പുറത്തേക്ക് ചെന്നു. അപ്പോൾ ബിനു വിചാരിച്ചു ഭക്ഷണത്തിന് വരിക അച്ഛനെന്ന്. അച്ഛാ, ഹോട്ടൽ അടച്ചു, ഭക്ഷണമില്ല. അച്ഛൻ പറഞ്ഞു, അതല്ല എൻ്റെ പ്രശ്നം. എൻ്റെ വാഹനത്തിൻ്റെ പെട്രോൾ തീർന്നു പോയി. അച്ഛാ, എന്ത് ചെയ്യാം? പമ്പടച്ചല്ലോ, ഇനി ഏറ്റുമാനൂരെത്താൻ ഒരു മാർഗവുമില്ലല്ലോ അച്ഛാ. നിസ്സഹായനായി നിൽക്കുന്ന ഈ അച്ഛൻ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുകയാണ്. എന്താണ് ചെയ്യാൻ പറ്റുന്നത്? ദൈവത്തോട് ചോദിക്കുകയാ, ദൈവമേ, ഞാൻ പകലത്തെ അധ്വാനം മുഴുവൻ കഴിഞ്ഞ് എനിക്ക് പെട്രോൾ വണ്ടിയിൽ ഉണ്ടോ എന്ന് നോക്കാൻ പോലും സമയം കിട്ടിയില്ല. ഓട്ടമായിരുന്നു. കർത്താവേ, നീ എനിക്ക് വേണ്ടി പ്രവർത്തിക്കണം. പ്രിയപ്പെട്ടവരെ, നോക്കി നിൽക്കുന്ന അച്ഛൻ്റെ കയ്യിൽ നിന്ന് താക്കോൽ മേടിച്ചു ബിനു. അച്ഛൻ ആ താക്കോലിങ്ങിതാ. പെട്രോളില്ലാത്ത വണ്ടി എന്ത് ചെയ്യാനാ? അച്ഛൻ താക്കോൽ കൊടുത്തു. ബിനു ഈ വാഹനത്തിനുള്ളിൽ കയറിയിരുന്നു. ജോലിക്കാരോട് പറഞ്ഞു, പുറകോട്ട് തള്ളടാ. പുറകോട്ട് വണ്ടി തള്ളി 150 മീറ്റർ പുറകിലുള്ള പെട്രോൾ പമ്പിലേക്ക് ഈ വാഹനം തള്ളിക്കയറ്റി. ഷട്ടർ ഉറങ്ങുകയായിരുന്ന 2 ജോലിക്കാരെ പേർ ചൊല്ലി വിളിച്ചു ബിനു. അവർ ഷട്ടർ തുറങ്ങി ഇറങ്ങി വന്നപ്പോൾ അവരോട് ഈ ബിനു പറഞ്ഞു, ഈ അച്ഛൻ്റെ വാഹനത്തിൽ നിങ്ങൾ നിറയെ പെട്രോൾ അടിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങിക്കോ. അന്താളിച്ച് നോക്കി നിൽക്കുന്ന ഈ അച്ഛനോട് ഈ ദ്വാരക ഹോട്ടലിൻ്റെ ഉടമസ്ഥനായ ബിനു പറയുകയാ, അച്ഛാ, അച്ഛൻ പെട്രോൾ അടിച്ചിട്ട് വണ്ടിയും കൊണ്ട് പൊക്കോ അച്ഛാ, പൈസ ഒന്നും തരണ്ട, ഇതെൻ്റെ സ്വന്തം പെട്രോൾ പമ്പാ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അവൻ വഴിയിലിട്ടിട്ട് പോകുന്ന ദൈവമല്ല. ഒരു നിമിഷം പോലും പുറകോട്ടോ മുൻപോട്ടോ പോകാതെ, ഒരു നിമിഷം പോലും മാറാതെ വാഹനം കറക്റ്റ് സ്ഥലത്ത് കൊണ്ട് നിർത്തിക്കൊടുത്ത ദൈവം, ഹോട്ടൽ അടയ്ക്കുന്നതിന് മുൻപ് അവിടെ കൊണ്ടുതന്നെത്തിച്ച ദൈവം. ഹല്ലേലൂയ. ഈ ദൈവത്തെ ഞാനും നിങ്ങളും സേവിക്കുന്നത്. അവൻ നമ്മെ വഴിയിലിട്ടിട്ട് പോകുന്ന ദൈവമല്ല. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധിയിലും അർദ്ധരാത്രിയിൽ തത്സമയ സഹായകനായി ഇറങ്ങി വരുന്നവനാണ് ഞാനും നിങ്ങളും സേവിക്കുന്ന ദൈവം. മറക്കരുത്. പത്രോസേ, നീ എന്താ പൊടിയായി മാറിയത്? നിന്റെ പ്രാർത്ഥന ജീവിതത്തിൻ്റെ കുറവ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, പ്രഭാതത്തിലെ ഗാനം നമ്മൾ പാടുമല്ലേ? ചെറുപ്പത്തിൽ കേട്ടു വളർന്നതാ നമ്മൾ ആ പാട്ട്. ഇന്ന് നമ്മുടെ തലമുറ അത് കേൾക്കുന്നൊന്നും എനിക്കറിയില്ല. പരനെ തള്ളിപ്പറഞ്ഞ പത്രോസ് അതിരാവിലെ പെരുത്ത ദുഃഖം നിറഞ്ഞ് പുറത്തിറങ്ങി എന്ത് ചെയ്തു? പൊട്ടിക്കരഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, പത്രോസിൻ്റെ ജീവിതത്തിൻ്റെ പ്രാർത്ഥനാ ജീവിതം തകരുവാൻ തുടങ്ങുമ്പോൾ അവൻ്റെ ശരീരം ബലഹീനമായി. ആ ശരീരത്തിൻ്റെ ബലഹീനത ആത്മാവിനേക്കാൾ കൂടുതൽ വലുതായപ്പോൾ അവൻ്റെ ജീവിതം എന്തായി മാറാൻ തുടങ്ങി? പൊടിയായി മാറാൻ തുടങ്ങി. 2 വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം. അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു, ശിമോൻ പത്രോസ് തനിക്കുള്ള വാളൂരി മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി അവൻ്റെ വലത്തുകാത് അറുത്ത് കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, എല്ലാം വിട്ടുപോയതാ. യേശു കർത്താവിനോട് എന്താ പറഞ്ഞത്? സകലവും വിട്ട് അനുഗമിച്ചു. സകലവും വിട്ട് അനുഗമിച്ചവനാ. പക്ഷെ ഇപ്പോൾ അവൻ്റെ എന്തുണ്ട്? പ്രിയപ്പെട്ടവരെ, എല്ലാം വിട്ടുപോയതാ. പക്ഷെ ഇപ്പൊ എന്തുണ്ട്? അറയിൽ വാൾ കരുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. സ്വയത്തിലുള്ള ആശ്രയം, അവൻ്റെ വിശ്വാസത്തിൻ്റെ കുറവ്. പ്രിയപ്പെട്ടവരെ, സ്വയരക്ഷയ്ക്കായി ഹല്ലേലൂയ അവൻ അവൻ്റേതായ ചില ക്രമീകരണങ്ങൾ. ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു കാര്യമല്ലേ? ദൈവമുണ്ട്, എല്ലാം ദൈവം നടത്തും. പക്ഷേ നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്കുള്ളതും നമ്മുടെ തലമുറയ്ക്കുള്ളതും എല്ലാം ഫിറ്റാണെങ്കിൽ നമുക്ക് സന്തോഷമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം തമ്പുരാൻ നമ്മോട് പറഞ്ഞിട്ടുള്ളത് എന്താ? ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. സ്വയബുദ്ധിയും കായിക ബലവും ഒന്നുമല്ല നമ്മെ രക്ഷിക്കേണ്ടത്. ഹല്ലേലൂയ. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, ബലം നിന്നിലുള്ള മനുഷ്യൻ
ഭാഗ്യവാനാണ്. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. കർത്താവിൻ്റെ സർവായുധ വർഗം നാം ധരിക്കണം. ആ ഒരു വലിയ വിശ്വാസമാണ് ഈ നാളുകളിൽ നമുക്കുണ്ടാകേണ്ടത്. 2 രാജാക്കന്മാർ 6-ാം അധ്യായത്തിൽ നമുക്കറിയാം, എലീശ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ കരുണ അനവരതമായി അനുഭവിച്ച ദൈവത്തിൻ്റെ അഭിഷിക്തനാണ്. പക്ഷേ തന്നെ കൊല്ലുവാൻ അരാം രാജാവ് ഹല്ലേലൂയ ശ്രമിക്കുമ്പോൾ, അവൻ അഗ്നിരഥങ്ങളെ അയക്കുമ്പോൾ, പ്രിയപ്പെട്ട ദൈവമക്കളെ, അവൻ്റെ രഥമോ അവൻ്റെ കുതിരയോ ഒന്നുമല്ല, ദൈവം തമ്പുരാൻ സ്വർഗത്തിൽ നിന്ന് അയച്ച ആ അഗ്നിരഥങ്ങളെ അവൻ കാണുകയാണ്. പക്ഷെ അവൻ്റെ കൂടെയുള്ള ബാല്യക്കാരൻ എന്ത് ചെയ്തില്ല? അത് കണ്ടില്ല. എലീശ പ്രാർത്ഥിച്ചു, ഇവൻ്റെ കണ്ണൊന്ന് ഇവന്റെ കണ്ണൊന്ന് തുറക്കണമേ. പ്രിയപ്പെട്ടവരെ, അവൻ കണ്ട കാഴ്ച എന്താണെന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം. അവൻ കണ്ട കാഴ്ച എന്താ? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട ദൈവമക്കളെ, സ്വർഗത്തിന്റെ രഥത്തെ കാണാൻ, സ്വർഗത്തിന്റെ ആ കാവൽ പട്ടാളത്തെ കാണാൻ ദൈവത്തിന്റെ അഭിഷിക്തന്റെ കണ്ണുകളെ തുറക്കുന്നവനാണ് ഞാൻ നിങ്ങളും സേവിക്കുന്ന ദൈവം. എത്രമാത്രം വലിയ വലിയ ശക്തികൾ ഇറങ്ങി വന്നോട്ടെ, നമുക്കറിയാമല്ലോ, പരിണാമ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവായിരുന്ന ചാൾസ് ഡാർവിൻ, അദ്ദേഹം മരണാസന്നനായി കിടക്കുമ്പോൾ പ്രസിദ്ധ സുവിശേഷകനായിരുന്ന ലേഡി ഹോപ്പ് അദ്ദേഹത്തെ കാണുവാനായി ചെല്ലുകയാണ്. പരിണാമ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവായ ചാൾസ് ഡാർവിൻ പഠിപ്പിച്ചിരിക്കുന്നത് എന്താണ്? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെല്ലാം സ്വയം ഉരുവായി വന്നു, അത് പരിണമിച്ചുണ്ടായി. ഇത് ലോകത്തെ പഠിപ്പിച്ച ഈ ചാൾസ് ഡാർവിൻ തൻ മരണാസന്നനായി കിടക്കുമ്പോൾ ഒരു സുവിശേഷകൻ അദ്ദേഹത്തെ കാണാൻ ചെന്നപ്പോൾ കണ്ടത് വേദപുസ്തകം തുറന്നു വായിക്കുകയാണ്. എബ്രായ ലേഖനം എബ്രായ ലേഖനം വായിച്ചുകൊണ്ട് കിടക്കുന്ന ഈ ചാൾസ് ഡാർവിനെ കണ്ട് ലേഡി ഹോപ്പ് അന്തം വിട്ടു. ലോകത്തെ മുഴുവൻ പഠിപ്പിച്ച ഈ മനുഷ്യൻ അദ്ദേഹത്തെ നോക്കിക്കൊണ്ട് അന്തം വിടുമ്പോൾ അദ്ദേഹം പറയുകയാ, ഞാൻ ഈ വായിക്കുന്നത് ഒരു രാജകീയ ഗ്രന്ഥമാണ്. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹത്തോട് പറയുകയാണ്, എനിക്ക് എഴുന്നേൽക്കാൻ വയ്യ, പക്ഷെ ഞാൻ കിടക്കുന്ന ഈ മുറിയുടെ മുൻപിലുള്ള ഉദ്യാനമുണ്ടല്ലോ, നാളെ പകല് നീ അവിടെ വചനം പ്രഘോഷിക്കണം. നീ അവിടെ വചനം പ്രഘോഷിക്കുമ്പോൾ എൻ്റെ കൂടുള്ള എൻ്റെ ദാസന്മാർ, അല്ലെങ്കിൽ എൻ്റെ ജോലിക്കാർ, എന്നോട് കൂടെയുള്ളവർ, എൻ്റെ എല്ലാ സഹപ്രവർത്തകർ, ഇവിടെ ആയിരിക്കുന്ന എല്ലാവരും എന്ത് കേൾക്കണം? ജീവന്റെ വചനം കേൾക്കണം. ആ ജനാല തുറന്നിട്ട് ഞാനും നിന്റെ പ്രസംഗം കേൾക്കാം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ലോകത്തുള്ളവയെല്ലാം ദൈവ സൃഷ്ടിയല്ലെന്നും പ്രത്യുത ഉണ്ടായതാണെന്നും അത് പരിണമിച്ചാണ് ഹല്ലേലൂയ എല്ലാ കാര്യങ്ങളും ഉണ്ടായതെന്നും വാല്യങ്ങൾ എഴുതി തയ്യാറാക്കിയ മനുഷ്യനാ ചാൾസ് ഡാർവിൻ. അദ്ദേഹം എന്താ പറഞ്ഞത്? ദൈവത്തിന് സ്തോത്രം. എബ്രായ ലേഖനം രാജകീയ ഗ്രന്ഥമാണ്. ഈ സുവിശേഷമാണ് എന്നെയും നിലനിർത്തുന്നത്. മരണാസന്നനായി കിടക്കുന്ന ഡാർവിൻ ഈ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിനു വേണ്ടി കൊതിച്ചെങ്കിൽ, പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശ്വാസത്തിൽ ഞാനും നിങ്ങളും തളർന്നു പോകരുത്. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. പ്രൈസ് ദി ലോർഡ്. അതാണ് ഒരു ഭക്തന്റെ പ്രത്യാശ. ഈ ലോകത്തിന്റെ വാളും ഈ ലോകത്തിന്റെ പരിചയമല്ല പ്രിയപ്പെട്ടവരെ നമ്മെ രക്ഷിക്കുന്നത്. പിന്നെന്താ? ദൈവത്തിൻ്റെ കരത്തിൻ്റെ ശക്തിയാണ്. ദൈവകരത്തിൻ്റെ ശക്തിയാണ്. നമുക്കറിയാം, ദിനംതോറും വാഹനം ഓടിക്കുന്നു, ആരാ സംരക്ഷിക്കുന്നേ? പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ നാം ഈ മലമുകളിലുള്ള ഈ വിശുദ്ധ സ്ഥലത്തേക്ക് നാം കയറി വന്നപ്പോ നമ്മുടെ കാലുളുക്കി പോകാതെ നമ്മെ ഇവിടെ കൊണ്ടുവന്നത് ആരാ പ്രിയപ്പെട്ടവരെ? ഹല്ലേലൂയ. നമ്മുടെ ആരോഗ്യം കൊണ്ടോ നമ്മുടെ കഴിവ് കൊണ്ടൊന്നുമല്ല, പിന്നെ ദൈവത്തിൻ്റെ കരുണ കൊണ്ടാണ്. ഞാൻ എവിടെ ചെന്നാലും പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ അകത്തേക്ക് എടുക്കുന്ന ശ്വാസം പുറത്തേക്ക് എടുക്കണമെങ്കിൽ ആരനുവദിക്കണം? പ്രൈസ് ദി ലോർഡ്. ഒരിക്കലും ഒരു ഡോക്ടർ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞു, മനുഷ്യൻ്റെ ഹൃദയം ഇടിക്കുന്നത് ലാപ്ടോപ്പ് ഇടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഈ ലബ് എന്നടിച്ചതിന് ശേഷം ഒരു ചെറിയ ഗ്യാപ്പുണ്ട് അല്ലേ, ഒരു ചെറിയ സമയമുണ്ട്. എന്താണ് അതിൻ്റെ കാരണം എന്നറിയാമോ? ഞങ്ങളാരും പ്രതികരിക്കാഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ മറുപടി ഇപ്രകാരമാണ്, ഒരു മനുഷ്യൻ്റെ ഹൃദയം ലബ് എന്നടിച്ചതിന് ശേഷം തൻ്റെ സൃഷ്ടാവിനെ നോക്കുകയാ. എന്താ? ടപ്പ് എന്ന് അടിക്കണോ വേണ്ട എന്ന മറുപടിയാണെങ്കിൽ അതോടെ എന്ത് തീർന്നു? പ്രൈസ് ദി ലോർഡ്. ഒരു മനുഷ്യൻ്റെ ജീവിതം
തീർന്നു. പക്ഷേ നമ്മളിതൊന്നും ഓർക്കാറില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാനാണ് എന്ന്, എൻ്റെ കഴിവാണ്, എൻ്റേതാണ് എന്നൊക്കെ ചിന്തിക്കുന്ന മനുഷ്യ ജീവിതത്തോടാണ് ദൈവം പറയുന്നത്, ഒരു ഏതു മനുഷ്യനും ഉറച്ചു നിന്നാലും ഒറ്റ ശ്വാസമേ ഉള്ളൂ. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നാം എന്ത് ചെയ്യണം? വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. നാം ദൈവത്തിൻ്റെ പരിചയ്ക്കുള്ളിലാണെന്ന യഥാർത്ഥമായൊരു വിശ്വാസമാണ് എനിക്കും നിങ്ങൾക്കും ആവശ്യം. ഈ പരിചയ്ക്കുള്ളിലായിരിക്കണം നാം. ആ പരിചയെ അനുഭവിച്ചറിയാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. 2 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. പത്രോസേ, നീ പാറയായിരുന്നു, നീ പൊടിയായി തീരാനുള്ള കാരണം ഒന്നെന്താണ്? അവൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ശോഷണം. 2, അവൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ കുറവ്, അവൻ്റെ സ്വയത്തിലുള്ള ആശ്രയം. 3, ഹല്ലേലൂയ, പത്രോസ് പറയുകയാണ്, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 33-ാം വാക്യം. അവിടെ നാം വായിക്കുന്നു, അതിന് പത്രോസ്, എല്ലാവരും നിങ്കലിടറിയാലും ഞാൻ ഒരു നാളും ഇടറുകയില്ല. ദൈവത്തിന് സ്തോത്രം. ചില കാര്യങ്ങൾ ദൈവം നമുക്ക് വെളിപ്പെടുത്തും. കാരണം മനുഷ്യൻ ആരാ? ബലഹീനനാ. മനുഷ്യന് സ്വയം ഇത് ചെയ്യാം അത് ചെയ്യാം എന്ന് പറയാനൊന്നും പറ്റില്ല. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ദൈവം അനുവദിക്കുന്നെങ്കിൽ ഞാൻ ഇന്നത് ചെയ്യും. ആ ഒരവസ്ഥയാണ് മനുഷ്യനിലുള്ളത് എന്നത് നാം മനസ്സിലാക്കണം. അതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ പത്രോസ് പറയുകയാണ്, എന്താ? കർത്താവിനോട് പറയുകയാ, കർത്താവേ, കർത്താവ് പറഞ്ഞു, ഇന്ന് രാത്രി നിങ്ങളെല്ലാവരും ചിതറിപ്പോകും, നിങ്ങളെല്ലാവരും എന്നെ വിട്ടുപോകും. പത്രോസ് വളരെ അഹങ്കാരത്തോട് പറയുകയാ, എല്ലാവരും ഇടറിയാലും ഞാൻ ഇടറുകയില്ല. അപ്പോഴാണ് കർത്താവ് എന്തോ പറഞ്ഞത്? പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. നടക്കുവാൻ പോകുന്ന ചില കാര്യങ്ങൾ ദൈവം തമ്പുരാൻ വെളിപ്പെടുത്തുമ്പോൾ ദൈവസന്നിധിയിൽ നാം അഹങ്കാരത്തോടെ മറുപടി പറയുകയല്ല വേണ്ടത്. പിന്നെയോ, ദൈവമേ, എനിക്കതിനിടയാകരുതേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. എനിക്കതിനിടയാകരുതേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. അപ്പോഴാണ് നമ്മുടെ ജീവിതം, ഹല്ലേലൂയ, ദൈവം മുൻപോട്ട് കരം പിടിച്ച് നയിക്കുന്നത്. അഹങ്കരിക്കാൻ ഈ ലോകത്തിൽ ഒന്നുമില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, കൊണ്ടുപോകാം, അക്കരെ എത്തിക്കാമെന്ന് പറയാൻ നമുക്കാർക്കും സാധ്യമല്ല. 1912 ടൈറ്റാനിക് കപ്പൽ, അതിന് ഒരു മഞ്ഞുമല ഒഴുകി വരുന്നുണ്ട് എന്ന് ക്യാപ്റ്റൻ സ്മിത്തിന് അറിയിപ്പ് കിട്ടുമ്പോൾ എന്താണ് അദ്ദേഹം അഹങ്കാരത്തോടെ പറഞ്ഞത്? സാക്ഷാൽ ദൈവം വിചാരിച്ചാൽ പോലും ഈ കപ്പലിനെ തകർക്കാൻ സാധ്യമല്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, നാം ഓർത്തു നോക്കണം, നിമിഷങ്ങൾക്കകം എന്താണ് സംഭവിച്ചത്. അതുകൊണ്ട് ഈ ലോകത്തിൽ നമുക്ക് സ്വയമായിട്ട് ഇന്നത് ചെയ്യാം എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് പത്രോസിനോട് പറയുന്നത്, നിനക്കങ്ങനെ പറഞ്ഞാൽ അത് ചെയ്തെടുക്കാമെന്ന് നീ വിചാരിക്കണ്ട. എൻ്റെ കൃപയാലല്ലാതെ, ദൈവത്തിന് സ്തോത്രം, നിനക്കത് നിവർത്തിക്കാൻ കഴിയില്ല പത്രോസേ എന്ന് പറയുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നീ എന്നെ, ഹല്ലേലൂയ, നീ എന്നെ തള്ളി, അല്ലെങ്കിൽ നീ എൻ്റെ അടുക്കൽ നിന്ന് മാറി, നീ എന്നിൽ നിന്ന്, എൻ്റെ ആ ഒരു കരത്തിൻ്റെ വലയത്തിൽ നിന്ന് നീ മാറി അല്പം നീങ്ങുമെന്ന് കർത്താവ് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, നാം പറയേണ്ടത് എന്താ? ദൈവമേ, എനിക്കങ്ങനെ സംഭവിക്കരുതേ എന്ന് പ്രാർത്ഥിക്കാനുള്ളൊരു കൃപയാണ് നാം ദൈവത്തോട് ചോദിച്ച് വാങ്ങേണ്ടത്. ദൈവത്തിന് സ്തോത്രം. അല്ലാതെ നിനക്കങ്ങനെ ഭവിക്കല്ലേ കർത്താവേ, നിനക്കൊരിക്കലും ഒരു ദോഷം വരല്ലേ എന്ന് പറഞ്ഞ് മാറി നിൽക്കാനല്ല, ദൈവഹിതത്തിന് കീഴ്പ്പെടാൻ തക്കവണ്ണം എനിക്കും നിങ്ങൾക്കും സാധിച്ചാൽ നമ്മുടെ ജീവിതം ധന്യമായി മാറും. ദൈവത്തിന് സ്തോത്രം. 4, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 4-ാം വാക്യം. അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു, അപ്പോൾ പത്രോസ് യേശുവിനോട്, കർത്താവേ, നാം ഇവിടെ ഇരിക്കുന്നത് നന്നാ, നിനക്ക് സമ്മതമെങ്കിൽ ഞാൻ ഇവിടെ 3 കുടിൽ ഉണ്ടാക്കാം. ഒന്ന് നിനക്ക്, ഒന്നാർക്ക? മോശയ്ക്ക്, ഒന്ന് ഏലിയാവിന്. പത്രോസിനുണ്ടോ? ഇല്ല. അപ്പോൾ പത്രോസ് പറയുകയാണ്, കർത്താവേ, അവൻ കണ്ട ദർശനം, അതായത് യേശു കർത്താവ് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ വിളിച്ചുകൊണ്ടാണ് പോകുന്നത്. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നീ 3 തൻ്റെ പ്രിയ ശിഷ്യന്മാരെ വിളിച്ചുകൊണ്ടാണ് കർത്താവ് ഈ മലമുകളിൽ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, അവിടെ ചെല്ലുമ്പോൾ, ഹല്ലേലൂയ, അവർ കണ്ട ദർശനം, യേശു കർത്താവ് അനുഭവിച്ച, അല്ലെങ്കിൽ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ അവർ കണ്ട ആ വലിയ വെളിച്ചം, ഇതിൽ ഇവർ ആകൃഷ്ടരാകുകയാണ്. ഇത് വലിയ സന്തോഷമുള്ളൊരു അനുഭവമായിട്ട് ആർക്ക് തോന്നി?
ഈ പത്രോസിന് തോന്നുകയാ. അപ്പോൾ പത്രോസ് പറയുകയാ, കർത്താവേ 3 കുടിലുണ്ടാക്കിയാൽ നമുക്ക് സന്തോഷമായിട്ട് എന്തോ ചെയ്യാം, ഇവിടെ അങ്ങ് ഇരിക്കാം. കാരണം ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും, ഞങ്ങൾക്കൊന്നും വേണ്ട. പക്ഷേ ഞങ്ങൾ ഇവിടെ ഹല്ലേലൂയ നിങ്ങളോടൊപ്പം സന്തോഷമായിട്ട് അങ്ങ് കഴിഞ്ഞോളാം. നമ്മുടെയൊക്കെ ആഗ്രഹങ്ങളായത്. പക്ഷെ കർത്താവ് എന്താ പറഞ്ഞ? പ്രിയപ്പെട്ട ദൈവമക്കളെ, കയറിപ്പോയത് എന്തിനാ കയറിപ്പോയത്? ദൈവിക ദർശനം പ്രാപിക്കുവാൻ, ദൈവത്തോട് സംസർഗം പ്രാപിക്കുവാൻ, ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ. എന്തിനാ ഈ ഒരു കൃപ പ്രാപിക്കുന്നത് നിങ്ങൾക്കറിയാവോ? താഴ്വരയിൽ ഒരു വലിയ ശുശ്രൂഷ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. കർത്താവ് താഴെ വരുമ്പോൾ കണ്ടൊരു കാഴ്ചയുണ്ട്. എന്താ? ചന്ദ്രരോഗം പിടിച്ച ഒരു കൊച്ചനെ കൊണ്ടുവന്ന് തൻ്റെ പിതാവ് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ശിഷ്യന്മാർക്ക് അവനെ സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല. ശിഷ്യന്മാർ വന്ന് ചോദിക്കുന്നുണ്ട്, കർത്താവേ ഞങ്ങൾക്ക് എന്താ ഇതിനെ സൗഖ്യമാക്കാൻ കഴിയാതെ പോയത്? യേശു കർത്താവ് പറഞ്ഞത് എന്താ? നിങ്ങളുടെ പ്രാർത്ഥനയുടെ കുറവ്, നിങ്ങൾക്ക് ദൈവത്തോടുള്ള ബന്ധത്തിന്റെ കുറവാ. പ്രിയപ്പെട്ട ദൈവമക്കളെ, താഴ്വരയിലെ ശുശ്രൂഷ ചെയ്യാൻ വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. ഉയരത്തിലിരുന്ന് സുഖമനുഭവിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചത്, അനേകർക്ക് വെളിച്ചം പകർന്നു കൊടുക്കാനാ. ഉയരത്തിൽ പോയി വെളിച്ചം പ്രാപിക്കുന്ന ദൈവത്തിന്റെ പൈതൽ താഴ്വരയിൽ ചെന്ന് ഈ വെളിച്ചം പകർന്നു കൊടുക്കാൻ തക്കവണ്ണം ശക്തി പ്രാപിക്കണം. അതാണ് ദൈവം തൻ്റെ ഭക്തരിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. പത്രോസിന് പരാജയം വരാൻ കാര്യം അതാണ്. എന്താ? തൻ്റെ കർത്താവിൻ്റെ സന്നദ്ധിയിൽ ഇരിക്കുന്നത്, ഉയരത്തിലെ ഇരിപ്പാണ് അവന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. താഴ്വരയിലെ ശുശ്രൂഷയോടുള്ള അവൻ്റെ വൈമുഖ്യമാണ് ഹല്ലേലൂയ അവൻ്റെ ജീവിതം പരാജയപ്പെടാനുള്ള കാരണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, പത്രോസേ ഇന്ന് രാത്രി ചോദിക്കുകയാ, നീ എന്താ ഈ ഒരു പാറയുടെ അനുഭവത്തിൽ നിന്ന് താഴേക്ക് വീഴാൻ കാരണം എന്താ? ദൈവത്തിന് സ്തോത്രം, നിന്റെ ദർശനം തെറ്റിപ്പോയി. നിനക്ക് താഴ്വരയിലെ ശുശ്രൂഷയോടുള്ള താല്പര്യമില്ലായ്മ, ഉയരത്തിലിരിക്കാനുള്ള വാഞ്ച, ജീവിതത്തിന്റെ സുഖം, ജീവിതത്തിന്റെ സന്തോഷം മാത്രം കാക്ഷിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന പ്രിയ ദൈവ പൈതലേ, ഞാനും നിങ്ങളും ആ വഴി പോകണമെന്നല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. കർത്താവ് വേദനിക്കുന്നവരോട് കൂടെയാണ്, കർത്താവ് പ്രശ്നം അനുഭവിക്കുന്നവരോട് കൂടെയാണ്, കർത്താവിൻ്റെ കൂടെയുള്ള ആ യാത്രയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. കയറിപ്പോയത് പ്രാർത്ഥിക്കാനാ, ഇരിക്കാൻ നല്ല സുഖമായി തോന്നി. പക്ഷേ പ്രിയപ്പെട്ടവരെ, മറക്കരുത്, ഈ 2-4 ദിവസങ്ങൾ നാം ഇവിടെ ഇരുന്ന് ഈ കൃപ പ്രാപിക്കുന്നത് എന്തിനാണെന്നറിയാമോ? നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നാം ഇറങ്ങിച്ചെല്ലുന്ന മേഖലകളിൽ ഈ അനുഭവിച്ച ദൈവകൃപ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനാ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ശോഷണവും വിശ്വാസ ജീവിതത്തിൻ്റെ അപര്യാപ്തതയും, കർത്താവിൻ്റെ സന്നദ്ധിയിലുള്ള ആ വിശ്വാസമില്ലായ്മ, തൻ്റെ സ്വയത്തിലുള്ള ആശ്രയം, അഹങ്കാരം, ഇതൊക്കെ നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നതാണ്. പത്രോസിൻ്റെ ജീവിതത്തിൻ്റെ പരാജയത്തിൻ്റെ കാരണങ്ങളാണവ. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 69-ാമത്തെ വാക്യം അവിടെ നാം വായിക്കുകയാണ്. എന്നാൽ പത്രോസ് പുറത്ത് നടുമുറ്റത്ത് ഇരുന്നു. അവൻ്റെ അടുക്കൽ ഒരു വേലക്കാരത്തി വന്നു, നീയും ഗലീലക്കാരനായ യേശുവിനോട് കൂടെ ആയിരുന്നുവല്ലോ എന്ന് പറഞ്ഞു. അവൻ എവിടെയാ ചെന്നതിപ്പോ? പ്രൈസ് ദി ലോർഡ്. ആരുടെ അടുക്കലാ ചെന്നത്? വേലക്കാരത്തിയുടെ അടുക്കൽ. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും, പാപികളുടെ വഴിയിൽ നിൽക്കാതെയും, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യനാണ് ആര്? ഭാഗ്യവാൻ. ഇവിടെ ഈ പത്രോസ് ഇപ്പോൾ എവിടെ ചെന്നിരിക്കുക? പ്രൈസ് ദി ലോർഡ്. എവിടെ ചെന്നായിരിക്കുന്നത്? വേലക്കാരത്തിയുടെ അടുത്ത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. അവൻ യേശുവിനെ എല്ലാം വിട്ടനുഗമിച്ച് പോകാമെന്ന് പറഞ്ഞവനാണ്. പക്ഷെ ഇപ്പോൾ അവൻ എങ്ങനെ അനുഗമിച്ചെന്നറിയാമോ? വചനം അടിവരയിട്ട് പറയുന്നു, പത്രോസ് അവനെ ദൂരവേ അനുഗമിച്ചു. ദൂരവേ അനുഗമിച്ചാൽ പരാജയമാ. അടുത്തു പോകാൻ സാധിക്കണം, കർത്താവിനോട് ചേർന്നിരിക്കണം. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. പ്രിയപ്പെട്ടവരെ, അവനോട് പറ്റിച്ചേർന്നിരുന്നാലുണ്ടല്ലോ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. ദൈവത്തിന് സ്തോത്രം. ഇവൻ അവിടെ ഇരിക്കേണ്ട സ്ഥലമല്ല,
പത്രോസ് അവിടെ ഇരിക്കേണ്ടവനല്ലായിരുന്നു. ആണോ? ഒരിക്കലുമല്ല. പത്രോസ് തീരുമാനിച്ചതും പത്രോസിന്റെ സമർപ്പണവും അതിനുള്ളതല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ അവൻ അവിടെ പോയി ഇരുന്നതിന്റെ കാരണമുണ്ട്. എന്താ? യേശു കർത്താവ് പിടിക്കപ്പെട്ടു. ഇനി യേശുവിന്റെ ശിഷ്യനാണെന്ന് അറിഞ്ഞാൽ പത്രോസ് എന്ത് ചെയ്യും? പിടിക്കപ്പെടും. ഇത് പത്രോസിന് സഹിക്കാൻ പറ്റില്ല. ചഞ്ചല ഹൃദയനായ പത്രോസ് പേടിച്ചു പോകുകയാ. യേശുവിനോട് സ്നേഹമുണ്ട്, യേശുവിനോട് ഇഷ്ടമുണ്ട്, പക്ഷേ കഷ്ടത സഹിക്കാൻ തനിക്ക് പറ്റുന്നില്ല. അവൻ ദൂരവേ അനുഗമിക്കുകയാണ്. അതുകൊണ്ട് അവൻ ചെന്നുപെട്ട സ്ഥലം ഒരിക്കലും കർത്താവിനോട് കൂടെ കഴിയാൻ പറ്റിയ സ്ഥലം അല്ലായിരുന്നു. അവൻ പറയുകയാ, ഞാൻ അവനെ അറിയുന്നില്ല. അവൾ പറയുന്നുണ്ട്, നിന്റെ ശബ്ദം പോലും വെളിവാക്കുന്നുണ്ട് നീ അവൻ്റെ കൂടെയാണെന്ന്. പക്ഷെ അവൻ പറയുന്നുണ്ട്, ഇല്ല, ഞാൻ അവനെ അറിയുന്നേ ഇല്ല. പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, പ്രിയപ്പെട്ട ദൈവമക്കളെ, പത്രോസിന്റെ പരാജയം, അവൻ പൊടിമണലായി മാറുകയാണിവിടെ. അവൻ്റെ ജീവിതം അമ്പേ പരാജയപ്പെട്ടു. തീരുമാനത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന, ഹല്ലേലൂയ, വേദനിക്കുന്ന കർത്താവ് പിടഞ്ഞു മരിക്കുവാൻ തുടങ്ങുമ്പോൾ അവന് വേണ്ടി അല്പം ആശ്വാസം കൊടുക്കാൻ, ആ കുരിശിന്റെ ചുവട്ടിൽ പോലെ നിൽക്കാൻ പത്രോസിന് കഴിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, തൻ്റെ അമ്മയും പ്രിയപ്പെട്ടവരും ഹല്ലേലൂയ അവിടെ കാത്തു നിൽക്കുമ്പോൾ, എന്തേ പത്രോസേ നിനക്കത് സാധിച്ചില്ല? കാരണമുണ്ട്. എന്താ? ദൂരവേ അവനെ അനുഗമിക്കുകയാണ്. നാം ദൂരവേ അനുഗമിക്കേണ്ടവരല്ല കേട്ടോ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്ന് ഏറ്റവും വലിയ പ്രയാസം അതാണ്. നാം ദൂരവേ അനുഗമിക്കുക, അതാണ് നമുക്കിഷ്ടം. പരസ്യമായി പോകാൻ നമുക്ക് അല്പം വൈമുഖ്യമാണ്. യേശുവിന് വേണ്ടി അല്പം ത്യാഗം സഹിക്കാനും, യേശുവിന് വേണ്ടി അല്പം കൊടുക്കാനും, യേശുവിന് വേണ്ടി സംസാരിക്കുവാനും എനിക്കും നിങ്ങൾക്കും കഴിയുന്നില്ലെങ്കിൽ, പ്രിയപ്പെട്ടവരെ, പിടഞ്ഞു മരിച്ച് അവസാനത്തുള്ള രക്തം വരെ ഊറ്റിത്തന്ന അരുമനാഥനായ ക്രിസ്തു ഇന്ന് രാത്രി നമ്മോട് ചോദിക്കുന്നത്, ഹല്ലേലൂയ, നീ പാറയാണോ നീ പൊടിയാണോ? ഇന്ന് രാത്രി ഉത്തരം പറയണം. പത്രോസ് പരാജയപ്പെട്ടതിൻ്റെ കാരണം എന്താണ് പ്രിയപ്പെട്ടവരെ? ഹല്ലേലൂയ, അവൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ശോഷണം, അവൻ്റെ വിശ്വാസത്തിൻ്റെ കുറവ്, അവൻ്റെ സ്വയത്തിലുള്ള ആശ്രയം, അവൻ്റെ ശുശ്രൂഷയെക്കുറിച്ചുള്ള ബോധ്യമില്ലായ്മ, മാത്രമല്ല ഇരിക്കേണ്ടിടത്ത് അവൻ ഇരിക്കാൻ കഴിഞ്ഞില്ല. ഈ കാരണങ്ങളാണ് അവനെ ഈ പാറ എന്ന അനുഭവത്തിൽ നിന്ന് പൊടിയിലേക്ക് മാറ്റിയത്. ഹല്ലേലൂയ. ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല പത്രോസിന്റെ ജീവിതം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ 1-ാം ഭാഗം മുതൽ 1-ാം വാക്യം മുതൽ തന്നെ വായിക്കുമ്പോൾ, പത്രോസ് എത്ര പ്രാവശ്യമാണ് യേശുവിനെ തള്ളിപ്പറഞ്ഞത്? 3 പ്രാവശ്യം. പക്ഷേ ഇത് 4-ാം പ്രാവശ്യം യേശുവിനെ തള്ളിപ്പറയുന്ന അനുഭവമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പത്രോസ് എന്താ പറയുന്നത്? ഞാൻ മീൻ പിടിക്കാൻ പോകുകയാ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതാ, കാര്യം ചോദിക്കുന്നത് പോലെ നടന്നില്ലെങ്കിൽ ഇഷ്ടമുള്ള വഴിയിലേക്കും ഉപേക്ഷിച്ചതിലേക്കും തിരിഞ്ഞു പോകാൻ പലപ്പോഴും നമ്മുടെ ജീവിതം ഇടയായി തീരുകയാണ്. ദൈവം ഒരിക്കലും അതിനാഗ്രഹിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവൻ നമ്മെ വഴിയിലിട്ടിട്ട് പോകുന്ന ദൈവമല്ല. പ്രതിസന്ധികളില്ലാത്ത ഒരു ജീവിതവുമില്ല, പ്രശ്നങ്ങളില്ലാത്ത ഒരു ജീവിതവുമില്ല. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൻ വിശ്വസ്തനാണ്. പക്ഷേ പത്രോസ് താൻ ഉദ്ദേശിച്ചതുപോലെ അല്ല കർത്താവ് മുൻപോട്ട് പോയത്. നമുക്കൊക്കെ ഒരു കാഴ്ചപ്പാടുണ്ട്. നമ്മുടെ കാഴ്ചപ്പാടുകൾക്കപ്പുറം കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പുറകോട്ട് വലിയാൻ ശ്രമിക്കും. ഇവിടെ പത്രോസും അത് തന്നെ പറഞ്ഞത്. ഞാൻ ഇതാ മീൻ പിടിക്കാൻ പോകുന്നു, നിങ്ങൾ വരുന്നോ? ഒരു കൂട്ടർ എന്തോ ചെയ്തു? അവനോടൊപ്പം പോകുകയാ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ വിട്ടുകളയുന്നവനല്ല ആര്? എൻ്റെ യേശു. പ്രൈസ് ദി ലോർഡ്. 3 വട്ടം തള്ളിപ്പറഞ്ഞ പത്രോസിനെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോ അവൻ ഹൃദയവേദനയോടെ കരഞ്ഞവനാണ്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു 10 പ്രാവശ്യം തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി അവർക്ക് ഉത്തേജനം നൽകി അവരെ ശക്തീകരിച്ചവനാണ്. ഇപ്പോൾ വീണ്ടും ഈ പത്രോസ് എത്രമാത്രം അനുഭവങ്ങളിൽ കൂടി കടത്തിവിട്ടെങ്കിലും അവൻ വീണ്ടും കർത്താവിനെ തള്ളിപ്പറഞ്ഞു പോകുകയാ. ഏതിലേക്കാ?
വലയും കൊണ്ട് പോകുകയാ. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം, ഗന്നസരത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുന്ന അവന്റെ പടകിലേക്ക് യേശു കയറിയിട്ട്, ശിമോനെ നീ അല്പം നീക്കെന്ന് പറഞ്ഞ് പടക് നീക്കി സുവിശേഷം പ്രസംഗിച്ചിട്ട് തിരിച്ച് പത്രോസിനോട് പറയുന്നുണ്ട്, നീ ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്ക്. അവൻ വലയിറക്കി, പെരുത്ത മീൻകൂട്ടം കിട്ടി. പക്ഷെ മീൻകൂട്ടത്തെ കൊണ്ട് പത്രോസ് പോയെന്ന് ആ ഭാഗം പറയുന്നില്ല. എന്താ നാം അവിടെ വായിക്കുന്നത്? അവൻ ഓടിച്ചെന്ന് കവിണ് വീണ് പറയുകയാ, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാ, നീ എന്നെ എന്ത് ചെയ്യണം? എന്നെ വിട്ട് പോകണം. യേശു പോയോ? പോയില്ല. നീ ഇന്നു മുതൽ ആരായി തീരുമെന്ന് പറഞ്ഞു? നീ ഇന്നു മുതൽ എന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കുമെന്ന് പറയുകയാ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇങ്ങനെ പറഞ്ഞവൻ യേശുവിനോട് കൂടെ യാത്ര ചെയ്തു. പക്ഷേ ഈ 21-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാം, അവൻ വീണ്ടും മടങ്ങിപ്പോകുകയാ. യേശു അവൻ്റെ പുറകെ ചെല്ലുകയാ. യേശുവിൻ്റെ പുറകെ ചെല്ലുകയാ. എന്നിട്ട് എന്താ ചോദിച്ചെന്നറിയാമോ? മക്കളെ, കൂട്ടുവാൻ വല്ലതും ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. കൂട്ടുവാൻ വല്ലതും ഉണ്ടോ? എന്തിനാ പോയേ? മീൻ പിടിക്കാൻ. ഇഷ്ടം പോലെ ഉണ്ട്. അവർക്ക് കൂട്ടാൻ മാത്രമാണോ മീൻ പിടിക്കാൻ പോയത്? ഞാൻ ഒരിക്കലും അത് വിശ്വസിക്കുന്നില്ല. അവൻ പോയത് എന്തിനായിരിക്കും? അവൻ വീണ്ടും അവൻ്റെ ജോലി, അവൻ്റെ കുലത്തൊഴിലിലേക്ക് മടങ്ങിയതാ, അല്ലേ? അവൻ ഇഷ്ടം പോലെ മീനെ കിട്ടിയതിന് വിറ്റ് പണമുണ്ടാക്കാനായിരിക്കും അവൻ പോയത്. പക്ഷെ യേശു ചെന്ന് പറയുകയാ, കൂട്ടുവാൻ വല്ലതും ഉണ്ടോ? പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. യേശു കർത്താവ് പറഞ്ഞെടുത്തു വല വീശി. അവർ പെരുത്ത മീൻകൂട്ടം കൊണ്ടൊക്കെ വന്നെങ്കിലും അവർ കൊണ്ടുവന്ന ഒരു മീൻ പോലും അവർക്ക് കഴിക്കാൻ കൊടുത്തില്ല. കർത്താവ് അവർക്ക് എന്ത് കൊടുത്തു? മീനെ കൊടുത്തു. അവിടെ എന്താ വായിക്കുന്നത് നമ്മളെന്നറിയാമോ? കനലിന്മേൽ ചുട്ടത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കനലിന്മേൽ ചുട്ടത് ഒരിക്കലും ചീഞ്ഞു പോകുന്നതല്ല. ദൈവത്തിന് സ്തോത്രം. കനലിന്മേൽ ചുട്ടത് തൻ്റെ ശിഷ്യന്മാർക്ക്, തൻ്റെ പ്രിയപ്പെട്ട പത്രോസിന് കൊടുക്കുകയാണ് അവൻ. ഹല്ലേലൂയ. സകലവും വിട്ട് അനുഗമിക്കാമെന്ന് പറഞ്ഞ പത്രോസേ, നീ ഇപ്പോൾ ഒരു പൊടിയാണെങ്കിലും ഈ പൊടിയെ തള്ളിക്കളയുന്നവനല്ല എൻ്റെ അരുമനാഥനായ യേശു. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ പിടിച്ചത് കൊണ്ടുവരാൻ പറയുമ്പോ എത്ര മീനെയാ കൊണ്ടുവന്നെന്നറിയാവോ പ്രിയപ്പെട്ടവരെ? 153. ഹല്ലേലൂയ. ചുട്ടയടയും മീനും കൊടുത്ത് ആമേൻ തൃപ്തിപ്പെടുത്തുന്ന കർത്താവ് 153 മീനെ അവന്റെ വലയിൽ കൊണ്ടുവന്നത് എന്തുകൊണ്ടാണ് അക്കമിട്ട് പറഞ്ഞതെന്നറിയാമോ? വേദശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നു, ആ കടലിൽ 153 തരം മീനുകൾ ഉണ്ടായിരുന്നതെന്നാണ്. എല്ലാത്തിലും ഓരോ നിനക്കിരിക്കട്ടെന്ന് പറഞ്ഞു. ദൈവം കൊടുത്താൽ അതിന് ഹല്ലേലൂയ ഒരു മനുഷ്യനും മനസ്സിലാക്കാൻ കഴിയാത്തതുപോലെ കൊടുക്കുന്നവനാണ് ആര്? നമ്മുടെ കർത്താവ്. കടലോളം സാധ്യത നമ്മുടെ മുൻപിൽ തരുന്നവനാണ് ആര്? നമ്മുടെ കർത്താവ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. ഈ വിശ്വാസത്തിൽ തീക്ഷ്ണതയോടെ നിൽക്കുവാനാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ മീന് അവൻ പിടിക്കുവാൻ പോയ മീനല്ല, കർത്താവിൻ്റെ കരം കൊണ്ട് കൊടുക്കാൻ തക്കവണ്ണം കർത്താവ് അവിടെ അവൻ്റെ മുൻപിൽ കർത്താവിനെ വെളിപ്പെടുത്തുകയാ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെ ആഴം നമുക്കറിയാമോ? ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം നമുക്കറിയാമോ? ഇവനോട് കർത്താവ് ചോദിക്കുന്നുണ്ട് 3 പ്രാവശ്യം. എന്താ മോനെ, നീ ഇതിനേക്കാൾ അധികമായി എന്നെ, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, എന്നെ സ്നേഹിക്കുന്നുവോ? എന്നെ നീ ഇതിനേക്കാൾ അധികമായി സ്നേഹിക്കുന്നുവോ? ഇവയേക്കാൾ അധികമായി നീ സ്നേഹിക്കുന്നുവോ? ആവർത്തിച്ച് ചോദിക്കുന്ന കർത്താവിൻ്റെ ശബ്ദത്തിൻ്റെ മുൻപിൽ പത്രോസ് എന്താ പറയുന്നത്? അവസാനം അവൻ അടിയറ പറഞ്ഞു. എന്താ പറഞ്ഞത്? കർത്താവേ, നീ സകലവും അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, സകലവും അറിയുന്നവനാണ് നമ്മുടെ കർത്താവ്. സകലവും അറിയുന്നവനാണ്. മറക്കുമോ? അവൻ നമ്മെ മറക്കുമോ? ഒരിക്കലുമില്ല. അവൻ നമ്മെ മറക്കുന്ന ദൈവമല്ല. പ്രതിസന്ധികളും പ്രശ്നങ്ങളും ആഞ്ഞടിക്കുമ്പോഴും നമ്മെ മറക്കാത്ത ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ മാർഗത്തെ ത്യജിച്ചു കളയാൻ ഒരിക്കലും പാടില്ല. ചില നന്മകൾക്ക് വേണ്ടി ദൈവമാർഗം ത്യജിച്ചു കളയാൻ പാടില്ല. വിട്ട് കളഞ്ഞതിനെ തിരിച്ചെടുക്കാൻ
പാടില്ല. നാം എന്താണ് ഉപേക്ഷിച്ചത്, അത് ദൈവസന്നിധിയിൽ ഉപേക്ഷിച്ചതാണെങ്കിൽ ഒരിക്കലും അത് തിരിച്ചെടുക്കാൻ പാടില്ല. അത് ദൈവത്തിന് ഒരിക്കലും ഇഷ്ടമല്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഭക്തന്മാരുടെ ജീവിതം നമ്മെ അത് പഠിപ്പിക്കുന്നുണ്ട്. അനേക ഭക്തന്മാർ ഈ ലോകത്തിൽ തങ്ങളുടെ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠമായതിനെ കരങ്ങളിൽ കൊടുത്തവനാ. അവരെ അത്ഭുതത്തോടെ നടത്തിയ ഒരു ദൈവത്തിൻ്റെ കരമാണ് നമ്മുടെ മുൻപിൽ വെളിപ്പെട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് പത്രോസേ, നിന്റെ ജീവിതം ഞാൻ തെരഞ്ഞെടുത്തതാ. പ്രിയപ്പെട്ട ദൈവമക്കളെ, പത്രോസ് അടിയറ വെച്ചു. പ്രൈസ് ദി ലോർഡ്. അടിയറ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആരാ ഉപയോഗിക്കുന്നേ? പിന്നെ ആരുടെ ഹിതമാണ് നമ്മളിൽ നടക്കുന്നേ? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതം ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കിക്കേ. നാം ഒക്കെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച ഒരു സമയമുണ്ട്, ഇല്ലേ? നാം ഒക്കെ ദൈവസന്നിധിയിൽ വിട്ടുകൊടുത്തൊരു സമയമുണ്ട്. വീണ്ടും നാം മുൻപോട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് അനുഭവങ്ങളിൽ കൂടി കർത്താവ് നമ്മളെ എന്ത് ചെയ്തു? കടത്തിവിട്ടു. എന്തിനാ അനുഭവങ്ങൾ തന്നത് കർത്താവ്? കർത്താവ് എന്തിനാ നമ്മളെ അനുഭവങ്ങൾ കൂടി കടത്തിവിട്ടത്? വിശ്വാസത്തിൽ ഉറയ്ക്കാനായിട്ടാ. വിശ്വാസത്തിൽ ഉറയ്ക്കാനാ. ഞാൻ ഈ വചനം പ്രസംഗിക്കുമ്പോൾ, ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നത് കൊണ്ട് പറയാം, ഈ വചനം പ്രസംഗിക്കുന്നത് കൊണ്ട് തന്നെ വചനത്തിൽ കൂടെ ഒരുപാട് കാര്യങ്ങൾ കർത്താവിനെ പഠിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ശരീരത്തിൽ നേരിട്ടൊരു രോഗമാണ് സൺ അലർജി. സൂര്യനെ കാണാൻ പറ്റത്തില്ല. സൂര്യൻ കാണുന്ന ഭാഗമെല്ലാം ചൊറിച്ചിലാണ്. ഒരുപാട് ഹോസ്പിറ്റൽ കയറി ഇറങ്ങി, ഡോക്ടർമാരെ കണ്ടു. പക്ഷേ എൻ്റെ രോഗത്തിന് സൗഖ്യം വന്നില്ല. അവസാനം ഒരു ഡോക്ടർ തൻ്റെ കുറിപ്പിൽ എഴുതി വെച്ചു, രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ വെളിച്ചം കാണണ്ട. സൂര്യനാണ് അലർജി, അതുകൊണ്ട് സൂര്യനെ കാണണ്ട. നടക്കുന്ന കാര്യമല്ല. ഹൃദയം തകർന്ന് ഞാൻ എൻ്റെ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചു. 121 സങ്കീർത്തനം വേദപുസ്തകം തുറന്ന് വായിക്കണം. 121 സങ്കീർത്തനം എനിക്ക് കാണാപ്പാടമാണ്. കാരണം ഞാൻ ഏത് വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ചാലും 121 സങ്കീർത്തനം ചൊല്ലി പ്രാർത്ഥിക്കും. അപ്പോൾ എനിക്ക് ഇത്ര കാണാതറിയാവുന്ന ഈ സങ്കീർത്തനം ഞാൻ ഓർത്ത്, എന്തിനാ വേദപുസ്തകം തുറന്നു വായിക്കുന്നേ? വേദപുസ്തകം തുറക്കുമ്പോൾ 121 സങ്കീർത്തനം എടുത്തു. എൻ്റെ കണ്ണിലുടക്കിയ ആദ്യത്തെ വാക്യമാണ്, പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കില്ല. ഞാൻ ഓടിച്ചെന്ന് ദൈവസന്നിധിയിൽ മുട്ടുമടക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളത്തോട് ഇപ്രകാരം സംസാരിച്ചു. നീ ഒരുപാട് തവണ, ഒരുപാട് പ്രാവശ്യം നിന്റെ നാവുകൊണ്ട് ഉരുവിട്ട വചനമാണേത്? പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. പക്ഷെ ഇപ്പം എന്തോ ബാധിച്ചേ? സൂര്യൻ ബാധിച്ചു. കാരണം എന്താണെന്നറിയാമോ? ഒരുപാട് പ്രാവശ്യം നിന്റെ നാവ് കൊണ്ട് നീ ഏറ്റെടുത്തെങ്കിലും, നാവ് കൊണ്ട് ഉച്ചരിച്ചെങ്കിലും ഒറ്റ പ്രാവശ്യം പോലും നിന്റെ ഹൃദയത്തിൽ വചനം എന്ത് ചെയ്തിട്ടില്ല? ഏറ്റെടുത്തിട്ടില്ല. വചനം ഹൃദയത്തിൽ ഏറ്റെടുക്കുക ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. അന്ന് പ്രൈസ് ദി ലോർഡ് എൻ്റെ കർത്താവ് എൻ്റെ ഉള്ളത്തോട് പറഞ്ഞപ്പോ ആ വചനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷേ സൺ അലർജി എന്നൊരു രോഗം അന്ന് പ്രൈസ് ദി ലോർഡ് എൻ്റെ യേശു കർത്താവ് എൻ്റെ ശരീരത്തിൽ നിന്ന് മാറ്റിക്കളഞ്ഞു. ഹല്ലേലൂയ. ഒരുപാട് കിലോമീറ്ററുകൾ ഞാൻ സ്കൂട്ടറിൽ സഞ്ചരിക്കുന്ന ഒരാളാണ്. അതികഠിനമായ വെയിലിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, എൻ്റെ ദൈവം തന്ന സൗഖ്യം, ആ സൗഖ്യം ഇന്നും നിലനിൽക്കുകയാണ്. അതുകൊണ്ട് വചനത്തിൽ ഉറക്കണം. ഞാൻ അതിനാ ഇത് പറഞ്ഞത്. വീണ്ടും ഞാൻ പെരുമ്പാവൂർ ജോലി ചെയ്യുമ്പോൾ എനിക്കൊരു ട്രാൻസ്ഫർ വേണം. ഞാനൊരു ജനറൽ ട്രാൻസ്ഫറിന് റെക്കമെൻഡ് ചെയ്യാൻ ഒരു ട്രാൻസ്ഫർ കിട്ടിയില്ല എനിക്ക്. എൻ്റെ കൂടെയുള്ള എൻ്റെ സീനിയർ ജൂനിയർ ടീച്ചേഴ്സ് 2 പേരും അവിടെ നിന്ന് യാത്ര പറഞ്ഞു പോരുമ്പോൾ ഞാൻ വളരെ വേദനയോടെ എൻ്റെ ക്ലാസ്സിൽ എൻ്റെ മേശപ്പുറത്ത് തലവെച്ച് കരയുമ്പോൾ ഞാൻ എൻ്റെ ചെവിയിൽ കേട്ടൊരു ശബ്ദമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. തകർന്നും നുറങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ നിരസിക്കാത്ത കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം നിനക്ക് സമീപസ്ഥനായി നിന്നോട് കൂടെയുണ്ട്. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും. അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും. ഈ ശബ്ദം എൻ്റെ ചെവിയിൽ ഞാൻ കേട്ടു പ്രിയപ്പെട്ടവരെ. ഞാനൊരു ജനറൽ ട്രാൻസ്ഫറിന് വെൺമണി സ്കൂളിലാണ് കൊടുത്തത്. തുമ്പമണ്ണിന്ന് 2 ബസ് കയറി ഇറങ്ങി വേണം വെൺമണിക്ക് പോകാൻ. പക്ഷേ എൻ്റെ ദൈവം പിറ്റേ ആഴ്ച ഹല്ലേലൂയ ഇലന്തൂർ എൻ്റെ വീട്ടിൽ നിന്ന് 6 കിലോമീറ്റർ മാത്രമുള്ളൊരു സ്കൂളിൽ എനിക്കൊരു ട്രാൻസ്ഫർ ഒരുക്കി വെച്ചിട്ടാണ് ജനറൽ ട്രാൻസ്ഫർ എൻ്റെ മുൻപിൽ കർത്താവ് ബ്ലോക്ക് ചെയ്തത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വചനമാണ് നമ്മെ ബലപ്പെടുത്തുന്നത്. എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ വചനത്തിൽ കൂടെ പറയാനുണ്ട്.
അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി അറിയണം. ഇവിടെ പത്രോസിൻ്റെ ജീവിതത്തിൽ നാം അതാണ് കാണുന്നത്. കർത്താവിനോട് അവൻ ഒറ്റ പ്രാവശ്യം പറഞ്ഞു, യേശുവേ നീ എന്നെ വിട്ടുപോ, ഞാൻ പാപിയാ. യേശു എന്താ പറഞ്ഞേ? ഞാൻ പോകത്തില്ല മോനെ, നീ ഇന്ന് വരെ മീൻ പിടിച്ചെങ്കിൽ ഇന്ന് മുതൽ നീ ആരായി മാറും? പ്രൈസ് ദി ലോർഡ്. പിടിക്കുന്നവനായോ പ്രിയപ്പെട്ടവരെ? യേശു കർത്താവ് നീ എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ഹൃദയം തകർന്നവൻ പറയുക, യേശുവേ നീ സകലവും അറിയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് നിനക്ക് അറിയാം. ഹല്ലേലൂയ. ഒന്നും മറിഞ്ഞിരിക്കുന്നതല്ല പ്രിയപ്പെട്ടവരെ. അവൻ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ അവൻ്റെ മേൽ പകരുക. ഈ പത്രോസാ പ്രസംഗിച്ചത്. അപ്പോസ്തല പ്രവൃത്തികൾ 4:12 എന്താ? മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമവും ഇല്ല. മനുഷ്യനെ പിടിക്കുന്നവനാക്കുമെന്ന് പറഞ്ഞാൽ അത് കർത്താവ് ചെയ്തിരിക്കും. പക്ഷേ അത് ചെയ്യുന്നതിന് മുൻപ് ചില പ്രോസസ്സ് ഉണ്ട് അല്ലേ? ചില കാര്യങ്ങൾ നമ്മളിൽ കർത്താവിനെ നിവർത്തിക്കണം. അതാണ് പത്രോസ്. പാറയായ പത്രോസേ, നിന്റെ പരാജയങ്ങളിൽ കൂടി നീ പൊടിയായി മാറിയെങ്കിൽ നിന്റെ പരാജയത്തിൽ നിന്ന് നിന്നെ വിജയത്തിലേക്ക് ഉയർത്തിയ ഒരു ദൈവമുണ്ട്. അവൻ നിന്നെ ശോധന ചെയ്ത, നിന്നെ അവൻ്റെ കൈകളിൽ മോൾഡ് ചെയ്തെടുത്ത, അവൻ ഹല്ലേലൂയ, അവൻ അടിയറ വയ്ക്കുകയാണ്. എന്താ? നീ സകലവും അറിയുന്നു, ഞാനിതാ എന്നെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുക, ഇനി എനിക്കെന്ന് പറഞ്ഞ് ചെയ്യാൻ ഒന്നുമില്ല, ഞാൻ തെറ്റിപ്പോയി. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ഏറ്റു പറയുമോ? ദൈവത്തിന് സ്തോത്രം. ഒരുപാട് ശുശ്രൂഷ എനിക്ക് നിങ്ങൾക്കും ചെയ്തെടുക്കാനുണ്ട്. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ദൗത്യം നമുക്ക് ചെയ്തെടുത്തേ പറ്റൂ പ്രിയപ്പെട്ടവരെ. എന്തെല്ലാം കാര്യങ്ങൾ ജീവിതത്തിൽ നാം പേരെടുത്ത് ചെയ്യാൻ ആഗ്രഹിച്ചാലും അതിലൊന്നുമല്ല കാര്യം. ഹൃദയം ആർക്ക് കൊടുക്കണം? പ്രൈസ് ദി ലോർഡ്. ഹൃദയം എൻ്റെ യേശുവിന് കൊടുക്കണം. യേശുവിന് കൊടുത്താൽ അവൻ നമ്മെ വാലല്ല തലയാക്കും. അവൻ നമ്മെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ഒറ്റ പ്രസംഗത്തിൽ എത്ര പേര് മാനസാന്തരപ്പെട്ടു? പത്രോസിൻ്റെ 3000 പേര്. മനുഷ്യനെ പിടിക്കുന്നവനാക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ സംഭവിക്കും. പക്ഷെ അവൻ പരാജയപ്പെട്ടു പോകുവാൻ അവൻ്റെ ജീവിതത്തിൻ്റെ ബലഹീന സ്വഭാവങ്ങളിൽ കൂടെയാണ് അവൻ പരാജയത്തിലേക്ക് വന്നത്. അവൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ പരാജയം, അവൻ്റെ വിശ്വാസത്തിലെ പരാജയം, അവൻ്റെ സ്വയത്തിലുള്ള അമിതമായ ആശ്രയം. പ്രിയപ്പെട്ട ദൈവമക്കളെ, മാത്രമല്ല അവൻ്റെ ശുശ്രൂഷയെക്കുറിച്ചുള്ള അവൻ്റെ ബോധ്യമില്ലായ്മ, അവൻ ഇരിക്കേണ്ടിടത്ത് ഇരിക്കാതെ ദൈവത്തിൽ നിന്ന് അകന്നു പോയത്, ഇതൊക്കെ അവനെ പിറകോട്ട് കൊണ്ടുപോയി അവൻ ഏറ്റവും താഴേക്ക് ചെന്ന് വീഴുമ്പോൾ ആ പൊടിയായ പത്രോസിനെ കരങ്ങളിലെടുത്ത് ഹല്ലേലൂയ തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ബലപ്പെടുത്തിയ നിർത്തിയ ഒരു കർത്താവുണ്ട്. ചരിത്രം പറയുന്നില്ലെങ്കിൽ പോലും പത്രോസിനെ കുറിച്ച് നാം വായിക്കുന്നത് ഇപ്രകാരമാണ്. അവസാനം തൻ്റെ ഭാര്യ ക്രൂശിക്കപ്പെടുമ്പോൾ തൻ്റെ ഭാര്യയെ അവർ കുരിശിൽ അടിക്കുകയാണ്. ഈ ഭാരവേദന അനുഭവിക്കുമ്പോൾ അവളോട് ചെന്ന് പറഞ്ഞു, യേശു നിന്നോട് കൂടെയുണ്ട്. വീണ്ടും ആമേൻ റോമിലേക്ക് പോകുവാൻ മടിച്ച് അവിടെ നിന്നും രക്ഷപ്പെടാൻ ആഗ്രഹിച്ച പത്രോസിന് ഒരു സ്വർഗീയ ദർശനം കൊടുത്ത് അവനും ഈ ക്രൂശിലേക്ക് തൻ്റെ യാത്ര ആമേൻ പോയെന്നും തലകീഴായി ക്രൂശിച്ചുവെന്നുമാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ പത്രോസ് ആരാ? ചഞ്ചല ഹൃദയനായിരുന്നു. പക്ഷേ ഈ പത്രോസിനെ കർത്താവ് ചേർത്ത് നിർത്തി. ആമേൻ. യേശുവിനെ കുറിച്ച് ഉച്ചൈസ്വരം ഘോഷിക്കുവാൻ, യേശുവിനെ കുറിച്ച് ഉച്ചത്തിൽ വിളിച്ചു പറയാൻ, യേശുവിന് വേണ്ടി നല്ല ഫലം കായ്ക്കുവാൻ പത്രോസിന്റെ ജീവിതത്തെ കർത്താവ് എടുത്ത് ഉപയോഗിച്ചു. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തെ ആരുപയോഗിക്കും? നമ്മുടെ കർത്താവ് ഉപയോഗിക്കും. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, നാം അതിനാഗ്രഹിക്കുന്നുണ്ടോ? കൺവെൻഷൻ യോഗങ്ങൾക്ക് യാതൊരു കുറവുകളുമില്ല, പ്രസംഗത്തിന് യാതൊരു കുറവുകളുമില്ല. നാം ഒന്ന് അഴിച്ചിട്ടാൽ എത്ര പ്രസംഗം നമ്മുടെ ഹൃദയത്തിൽ തന്നെ ഉണ്ട് പ്രിയപ്പെട്ടവരെ. പക്ഷേ ഈ പ്രസംഗം മുഴുവൻ ജീവിതത്തിൽ ആമേൻ തിരിച്ചു ചോദിക്കുന്നൊരു നാളുണ്ടെന്ന സത്യം ഞാനും നിങ്ങൾ മറന്നു പോകരുത്. അതുകൊണ്ട് ഇന്ന് രാത്രി കർത്താവ് നമ്മളോട് പറയുന്നത് ഒന്ന് മാത്രമാ. ഇതുവരെയുള്ള നമ്മുടെ പ്രഹസനങ്ങളായിരുന്നെങ്കിൽ, ഇതുവരെയുള്ളത് ആത്മാർത്ഥത ഇല്ലാത്ത ശുശ്രൂഷയായിരുന്നെങ്കിൽ, ഇതുവരെയുള്ളത് കർത്താവിന് ഇഷ്ടമില്ലാത്തതായിരുന്നെങ്കിൽ, ഇന്ന് രാത്രി കർത്താവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ജീവിതം കൊടുക്കുമോ? കർത്താവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി സമർപ്പിക്കുമോ? അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതം അനുഗ്രഹമായി മാറും. നമ്മുടെ ജീവിതം ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. നമുക്ക് പിന്നെ കർത്താവിനോട് കൂടെ എന്തുണ്ട്?
ഒരു വാസമുണ്ട്. എൻ്റെ യേശു വരും പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. പത്രോസിന് അത് വ്യക്തമായി മനസ്സിലാക്കി ദൈവം കൊടുക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. രക്ഷപ്പെടാൻ ഒറ്റ വഴിയേ ഉള്ളൂ, അത് യേശു മാത്രമാണ്. അതുകൊണ്ട് യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചു കൊടുക്കാം. നമുക്ക് ഇന്ന് രാത്രി നമ്മുടെ ഹൃദയം അവങ്കലേക്ക് നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. അവനോടൊപ്പം നമുക്ക് യാത്ര ചെയ്യാം. പത്രോസിനെ പോലെ പരാജയപ്പെട്ട ഒരുപാട് നിമിഷങ്ങൾ എനിക്കും നിങ്ങൾക്കുമുണ്ട്. അതെന്താണെന്ന് ഇന്ന് രാത്രി നാം ധ്യാനത്തിൽ കൂടി കണ്ടെത്തണം. ദൈവസന്നിധിയിൽ ധ്യാനിക്കുമ്പോൾ ദൈവം വെളിപ്പെടുത്തി തരുന്ന സകല കുറവുകളും ഇന്ന് രാത്രി ദൈവത്തോട് ഏറ്റുപറയണം. നമ്മുടെ പാപ സ്വഭാവങ്ങളെല്ലാം ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞാൽ ദൈവം നമ്മളെ ഇന്ന് രാത്രി ധന്യതയിലേക്ക് നടത്തും. ഹല്ലേലൂയ. വലിയ ശുശ്രൂഷ നമ്മൾ കൂടി ചെയ്തെടുക്കുവാൻ തക്കവണ്ണം, പരാജയം വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ അനവരതമായ കൃപ അവൻ നമ്മുടെ മേൽ പകരപ്പെടും. സംശയിക്കേണ്ട പ്രിയപ്പെട്ടവരെ. തൻ്റെ ഭക്തന്മാരെ വഴി നടത്തുന്ന ഒരു ദൈവമാ. ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒന്നും കർത്താവിന് പ്രശ്നമല്ല. ആരവൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിലും പ്രൈസ് ദി ലോർഡ്, അവരെ ഒരിക്കലും തള്ളിക്കളയാതെ ധന്യതയോടെ നടത്തുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ നാട്ടിൽ ഒരു രമണി ചേച്ചി ഉണ്ടായിരുന്നു. തുമ്പമൺ ശ്രേയസിൻ്റെ ബഹുമാനപ്പെട്ട VS കറിയാച്ചൻ അവിടെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ശ്രേയസിൻ്റെ കീഴിൽ ക്യാൻസർ രോഗികളുടെ ഭവനങ്ങൾ സന്ദർശിക്കുവാൻ പോകുമ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്ന ഒരു ഭവനം. ആ ഭവനം പ്രിയപ്പെട്ട രമണി ചേച്ചി ഒരു ഹൈന്ദവ സ്ത്രീയാണ്. അവർക്ക് ബ്രസ്റ്റിന് ക്യാൻസർ വന്ന് ഓപ്പറേഷൻ ചെയ്തു. രണ്ടാമത്തെ ബ്രസ്റ്റിന് ക്യാൻസർ പിടിക്കുമ്പോൾ ഒരു ഓപ്പറേഷൻ ചെയ്യാൻ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തെങ്കിലും അവരുടെ ഹാർട്ടിന് പ്രശ്നമായതുകൊണ്ട് ഓപ്പറേഷൻ നടന്നില്ല. ഈ രോഗം അവിടെ ഇരുന്ന് മൂർച്ഛിക്കുകയാണ്. രോഗം വളരെയധികം മുൻപോട്ട് പോയി. ശരീരം മുഴുവൻ ചുമന്ന് തുടുത്തു. ഒരു ഡ്രസ്സ് ശരീരത്തിൽ ഇടാൻ പറ്റാത്തതുപോലെ അതിഭയങ്കരമായ വേദനയാണ്. എന്നാൽ മുഖത്ത് മാത്രം ഒരു പ്രശ്നമില്ല. എപ്പോഴും പ്രസന്നവദനയായി കാണുന്ന പ്രിയപ്പെട്ട രമണി ചേച്ചി ദൈവമക്കൾ കടഞ്ഞെന്ന് പ്രാർത്ഥിക്കുന്നതിൽ വളരെ സന്തോഷം കണ്ടെത്തിയിരുന്ന ഒരു ജീവിതം. ഒരു ദിവസം ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ പ്രിയപ്പെട്ട ചേച്ചി പറഞ്ഞു, മക്കളെ, നിങ്ങൾ ഇന്ന് എനിക്ക് സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട. അപ്പോൾ ഞങ്ങളെല്ലാവരും അന്തം വിട്ടു. എന്താണ് കാര്യം? അപ്പോൾ ചേച്ചി പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്നലെ രാത്രിയിൽ യേശുപ്പച്ചൻ എൻ്റെ അടുത്ത് വന്നു. ഞാൻ നോക്കുമ്പോൾ യേശുപ്പച്ചൻ മുകളിൽ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു, യേശുവേ, നീ അല്പം താഴേക്ക് വാ, ഞാൻ നിന്നെ ഒന്ന് തൊടട്ടെ. അപ്പോൾ യേശുപ്പച്ചൻ പറഞ്ഞു, ഇല്ല കർത്താവേ, നീ വസ്ത്രമെങ്കിലും ഒന്ന് തൊടാൻ താ, എനിക്ക് എന്ത് കിട്ടും? സൗഖ്യം കിട്ടും. അപ്പോൾ എൻ്റെ യേശുപ്പച്ചൻ എന്നോട് പറഞ്ഞു, മോളെ, ഞാൻ നിനക്ക് സൗഖ്യം തരാനല്ല വന്നത്, ഞാൻ നിന്നെ കൊണ്ടുപോകാനാണ് വന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിനക്ക് സൗഖ്യം തരാനല്ല വന്നത്, ഞാൻ നിന്നെ കൊണ്ടുപോകാനാണ് വന്നത്. പ്രിയപ്പെട്ടവരെ, ഞങ്ങളോട് പറയുക, നിങ്ങൾ എനിക്ക് സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കണ്ട, ഞാൻ എൻ്റെ യേശുപ്പച്ചൻ്റെ അടുത്തേക്ക് പോകുക. ആരാ ഇത് പറഞ്ഞെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. ഒരു രമണി ചേച്ചിയാണിത് പറയുന്നത്. ഒരക്രൈസ്തവയായി ജനിച്ചു വളർന്ന ഹൈന്ദവ സ്ത്രീ രമണി ചേച്ചി പറയുക, ഞാൻ ആരുടെ അടുത്തേക്കാ പോകുന്നത്? ഞാൻ എൻ്റെ യേശുപ്പച്ചൻ്റെ അടുത്തേക്ക് പോകുകയാ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എനിക്ക് വേണ്ടി സൗഖ്യത്തിനല്ല ഇനി പ്രാർത്ഥിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, 4 ദിവസങ്ങൾ കഴിയുമ്പോൾ VS കറിയാച്ചൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ഭക്തയായ രമണി ചേച്ചി ലോകത്തിൽ നിന്നും മാറ്റപ്പെടുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് രാത്രി എനിക്ക് ഒറ്റ ചോദ്യം ചോദിക്കാനാണ് ഞാൻ ഈ അനുഭവം പറഞ്ഞത്. രമണി ചേച്ചി പോയ സ്വർഗത്തിലെത്താൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുമോ? രമണി ചേച്ചി ചെന്ന സ്വർഗത്തിൻ്റെ അവകാശികളായി തീരാൻ എനിക്കും നിങ്ങൾക്കും ഭാഗ്യം ലഭിക്കുമോ? ദൈവത്തിന് സ്തോത്രം. അവൻ്റെ കരത്തിൽ പരാജയം വന്നിട്ടുണ്ടായിരിക്കാം. പത്രോസിനെ പോലെ തെറ്റിപ്പോയ ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. പക്ഷേ ഇന്ന് രാത്രി തീരുമാനിക്കുമോ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ഒന്ന് പുഷ്ടിപ്പെടുത്തുവാൻ, നമ്മുടെ വിശ്വാസ ജീവിതം ഒന്നുകൂടെ ഒന്ന് ബലപ്പെടുവാൻ, നമ്മുടെ സ്വയത്തിലുള്ള ആശ്രയം മാറി കർത്താവിലേക്ക് മാത്രം ആശ്രയം വയ്ക്കുവാൻ, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന അനുഭവത്തിലേക്ക് നമ്മുടെ ജീവിതം ഒന്ന് മാറ്റപ്പെടുവാൻ. പ്രൈസ് ദി ലോർഡ്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരമോ പാപികളുടെ ആലോചന പ്രകാരമോ പരിഹാസികളുടെ ഇരിപ്പിടമോ അല്ല ഒരു ഭക്തന്റെ ജീവിതമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ രാവും പകലും ധ്യാനിച്ച് ഈ വചനത്തെ ഹൃദയത്തിൻ്റെ മാംസപ്പലകയിൽ എഴുതി വെക്കുന്ന ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കുവാൻ ഈ പുതിയ വർഷം ഈ പുതിയ കൺവെൻഷൻ കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം തമ്പുരാൻ കൃപ നൽകണമേ എന്ന് ആത്മാർത്ഥമായി നാം പ്രാർത്ഥിക്കുമോ?
അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമായി. കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് എല്ലാവരും കണ്ണുകളെ അടച്ചാട് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഒന്ന് വിനയപ്പെടുത്താം. പത്രോസ്, പാറയായ പത്രോസ് പൊടിയായി മാറി. ഹല്ലേലൂയ. തൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ശോഷണം, തൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ കുറവ്, സ്വയത്തിലുള്ള അമിതമായ ആശ്രയം, തൻ്റെ ശുശ്രൂഷയെക്കുറിച്ചുള്ള ബോധ്യമില്ലായ്മ, ഇരിക്കേണ്ടാത്ത സ്ഥലത്ത് ഇരുന്നത്, ഇതൊക്കെ പരാജയത്തിലേക്ക് കൊണ്ടെത്തിച്ചു. തിരിഞ്ഞു നോക്കുമോ പ്രിയപ്പെട്ടവരെ, നമുക്കൊരുപാട് സ്ഥലങ്ങളിൽ തെറ്റു വന്നിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങളിൽ നാം തെറ്റിപ്പോയിട്ടുണ്ട്. പത്രോസിനെ പോലെ കർത്താവേ, നീ സകലവും അറിയുന്നു. ഹൃദയം തകർന്ന് പറയാം, അവൻ നമ്മെ തേടി വന്നതാ. ഇന്ന് രാത്രിയിലും നമ്മെ സ്നേഹിക്കുന്നതിൻ്റെ പ്രതീകമായാണ് ഇന്ന് രാത്രിയിലും കർത്താവ് വന്നത്. സമർപ്പിച്ചു കൊടുക്കുമോ പ്രിയപ്പെട്ടവരെ? സമർപ്പിച്ചു കൊടുക്കുമോ? കർത്താവേ, എന്നെ ഇതാ സമർപ്പിക്കുന്നു. നീ സകലവും അറിയുന്നു, മറഞ്ഞിരിക്കുന്നതൊന്നുമില്ല. ഏൽപ്പിച്ചു കൊടുക്കാം, നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. നമുക്ക് അവൻ നമ്മെ വാലല്ല തലയാക്കും. അവൻ നമ്മെ മനുഷ്യനെ പിടിക്കുന്നവനാക്കും. അവസാനം വരെ പിടിച്ചു നിൽക്കാനുള്ള ദൈവകൃപ അവൻ നമുക്ക് തരും. മാത്രമല്ല, നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യതയ്ക്ക് അവകാശികളാക്കി അവൻ നമ്മെ തീർക്കും. നമ്മുടെ അരുമനാഥനോടൊപ്പം നമുക്ക് വാഴാൻ അവൻ അവസരം തരും. നോക്കാൻ ഒറ്റ സ്ഥലമേ ഉള്ളൊരു വിശ്വാസിക്ക്, അത് മറ്റെങ്ങുമല്ല, ക്രൂശ് മാത്രമാണ്. ആ ക്രൂശിനെ നോക്കി നമുക്ക് മുൻപോട്ട് യാത്ര ചെയ്യാം. ഇന്ന് രാത്രി നമ്മെ തന്നെ ദൈവസന്നിധിയിൽ വിനയപ്പെടുത്താം. നമുക്ക് പാടി അവസാനിപ്പിക്കാം പ്രിയപ്പെട്ടവരെ. യാത്ര ചെയ്യും ഞാൻ ക്രൂശിനെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വച്ചിടും രക്ഷകരാ, അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകരാ, അന്ത്യശ്വാസം വരെയും. പാട്ടുപാടി സ്തോത്ര കാഴ്ച കൂടെ നമുക്ക് സ്വീകരിക്കാം. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും, കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. എന്റെ കൃപ നിനക്കു മതി, കർത്താവിൻ തിരുവചനം. എന്റെ കൃപ നിനക്കു മതി, കർത്താവിൻ തിരുവചനം. അനശ്വരമായ വചനമതേ അതിശയമായി നടത്തിയിടുന്നു. അനശ്വരമായ വചനമതേ അതിശയമായി നടത്തിയിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും, കൃപയാലേ കൃപയാലേ
കൃപയാൽ അനുദിനവും. ദുഃഖങ്ങളിൽ ഭാരങ്ങളിൽ കർത്താവ് കരുതിയിടും. ദുഃഖങ്ങളിൽ ഭാരങ്ങളിൽ കർത്താവ് കരുതിയിടും. ബലഹീനതയിൽ തികഞ്ഞു വന്നിടും. തിരുശക്തിനാഥൻ പകർന്നിടും. ബലഹീനതയിൽ തികഞ്ഞു വന്നിടും. തിരുശക്തിനാഥൻ പകർന്നിടും. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. ബലഹീനതയിൽ ബലമേകി ബലവാനായോൻ നടത്തിയിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോൻ നടത്തിയിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. കടന്നു വന്ന എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി മിസസ് ലിനു കോശിയെ ക്ഷണിക്കട്ടെ. കർത്താവിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബഹുമാനപ്പെട്ട അച്ഛന്മാർ, ഇന്ന് നമുക്ക് വചന ശുശ്രൂഷ നിർവഹിച്ച ശ്രീമതി ഡെയ്സി മാത്യു, ഇന്ന് ഈ യോഗത്തിൽ കടന്നു വന്ന പ്രിയപ്പെട്ട ഏവരുമേ, ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നന്ദി പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി നമ്മുടെ അധ്യക്ഷ പദം അലങ്കരിച്ച നമ്മുടെ ഇടവക വികാരി ആയിരിക്കുന്ന റവറൻ ജ്യോതിഷ് സാം മാത്യു അച്ഛൻ നമ്മുടെ ചാപ്പലിൻ്റെ ഏതൊരു കാര്യത്തിനും നല്ല മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും പ്രാർത്ഥന നൽകുകയും ചെയ്തു. അച്ഛൻ്റെ എല്ലാ ശുശ്രൂഷകൾക്കും ദൈവത്തെ സ്തുതിക്കുന്നു. അച്ഛനോടും കുടുംബത്തോടുമുള്ള നന്ദി ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. നമ്മുടെ സഹവികാരി റോബിൻ വർഗീസ് അച്ഛൻ നമ്മുടെ ഈ യോഗത്തിൻ്റെ പ്രധാന ഭാഗമായ കൊയറിന് അച്ഛൻ്റെ നേതൃത്വത്തിലാണ് നടത്തിയത്. അച്ഛൻ അതുപോലെ തന്നെ നമ്മുടെ ചാപ്പലിൻ്റെ ഏതൊരാവശ്യങ്ങൾക്കും നമ്മളൊപ്പം നിന്ന് നമുക്ക് എല്ലാ പ്രോത്സാഹനങ്ങളും നൽകിത്തരുന്ന അച്ഛനോടും കുടുംബത്തോടുമുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ഇന്ന് നമുക്ക് വചനത്തിൽ നിന്ന് പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു തന്ന നമ്മുടെ ഡെയ്സി ടീച്ചറിനോടും കുടുംബത്തോടുമുള്ള നന്ദി സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ കൊയർ അംഗങ്ങളോടുള്ള നന്ദി സ്നേഹവും ഇത്തരണത്തിൽ അറിയിക്കുന്നു. നമുക്ക് കീബോർഡ് വായിച്ച് സഹായിച്ച അമലിനോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. നമുക്ക് ലൈവ് ടെലികാസ്റ്റ് ചെയ്തു തന്ന അജി അച്ഛനോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. അതിലുപരി നമ്മുടെ സഹോദര ഇടവകകളിൽ നിന്നും കടന്നു വന്ന അംഗങ്ങൾ, നമ്മുടെ ഇടവകയിൽ നിന്ന് കടന്നു വന്ന അംഗങ്ങൾ, നമ്മുടെ ചാപ്പലിന് ചുറ്റുപാടുമുള്ള ഭവനാംഗങ്ങൾ, നമ്മുടെ ചാപ്പലിൻ്റെ ചുമതലക്കാർ, എല്ലാവരോടും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. അനുഗ്രഹീതമായൊരു വചനം ഇന്ന് ഈ രാത്രികാല ദൈവം നമുക്ക് നൽകിയല്ലോ. ദൈവത്തിന് സ്തോത്രം. പത്രോസിൻ്റെ ജീവിത അനുഭവവുമായി ചേർന്ന് നിന്ന് ഒരു വ്യക്തി ജീവിതം എങ്ങനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ രൂപാന്തരപ്പെട്ട് മുൻപോട്ട് നയിക്കാം എന്നത് സംബന്ധിച്ച് പ്രിയപ്പെട്ട ഡെയ്സി ടീച്ചർ വളരെ ആത്മാർത്ഥമായി ആത്മനിറവോടെ ഇന്ന് നമുക്ക് നൽകിയ വചനത്തിന് ദൈവത്തിന് നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി ടീച്ചറിനോട് സന്തോഷം അറിയിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ മിസ്റ്റർ രാജു താന്നിമൂട്ടിൽ പ്രാർത്ഥിക്കും. റോബിനച്ഛൻ്റെ ആശീർവാദത്തോടു കൂടെ നമ്മുടെ ഈ ശുശ്രൂഷ പര്യവസാനിപ്പിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തു യേശുവിൽ കൂടി ഞങ്ങളെ അതിവാത്സല്യമായിട്ട് സ്നേഹിക്കുന്ന അടിയങ്ങളുടെ സ്വർഗസ്ഥ പരമിതാവാൻ ദൈവമേ, ഈ ചെല്ലിക്കാട് കൺവെൻഷൻ്റെ രണ്ടാമത്തെ ദിവസം
അതിശക്തമായുള്ള ദൂത് ഞങ്ങൾക്ക് പകർന്നു തരുവാൻ തൊക്കണം പ്രിയ ഡേസി ടീച്ചറിനെ അവിടുന്ന് ബലപ്പെടുത്തിയ വൻകൃപയ്ക്കായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ, ദൈവകൃപയെ അനുഭവിപ്പാൻ തൊക്കണം ഞങ്ങളെ വിളിച്ച് വേർതിരിച്ച് ദൈവസ്ഥാനിൽ കൂട്ടിക്കൊണ്ടുവന്നപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പരാജയങ്ങളെ വിജയമാക്കി മാറ്റുവാൻ തൊക്കണം സ്വർഗത്തിലെ ദൈവം ഇന്ന് സന്ധ്യാസമയത്ത് തന്ന അനുഗ്രഹിക്കപ്പെട്ട ദൂതനായിട്ട് അത് നീ പത്രോസ് ആകുന്നു. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നുവെന്ന് പറഞ്ഞ് അരുമനാഥൻ പത്രോസിൻ്റെ പിന്മാറ്റത്തിൽ നിന്ന് അവനെ തിരിച്ചു കൊണ്ടുവരുവാൻ തൊക്കണം. യോഹന്നാൻ്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ നീ സകലതും അറിയുന്നു എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ കരങ്ങളിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവ പൈതലായിട്ട് മാറുവാൻ തൊക്കണം. കർത്താവെ, അവിടെ യോഹന്നാൻ അത് ഞങ്ങൾ ആ 21 കണ്ടതുപോലെ 151 മീനെയാണ് അവിടെ പിടിച്ചതെങ്കിൽ ഒറ്റ പ്രസംഗത്തിൽ 3000 മീനുകളെ പിടിക്കുവാൻ തൊക്കണം. അവിടെ കർത്താവെ പ്രവർത്തിച്ച അത്ഭുത ശക്തിക്കായിട്ട്, അത്ഭുത കരങ്ങൾക്കായിട്ട് ഞങ്ങളങ്ങനെ നന്ദിയോടെ സ്തുതിക്കുന്ന പറ്റ ഞങ്ങൾ കർത്താവെ ഒന്നല്ല 1000 വട്ടം തിരുമേനിയെ തള്ളിപ്പറഞ്ഞവരാ. ഈ ലോക ജീവിത യാത്രയിൽ കർത്താവിൻ്റെ കരങ്ങളിൽ ഞങ്ങളെ ഒരു പ്രാവശ്യം കൂടെ ഇന്ന് രാത്രി സമർപ്പിക്കുന്ന പറ്റ കർത്താവെ, കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ പരാജയങ്ങളെ അത് വിജയമാക്കി മാറ്റുവാൻ തൊക്കണം. മറുരൂപം മലയിൽ കർത്താവെ, അവിടെ പത്രോസും യാക്കോബും യോഹന്നാനും അവിടെ വലിയതായുള്ള ദിവ്യ ദർശനങ്ങളെ കണ്ട് താഴ്വരയിൽ ഇറങ്ങി കടന്നു വന്ന് പ്രവർത്തിപ്പാൻ കർത്താവെ അവരെ ശക്തീകരിക്കുന്നതിനു വേണ്ടി കർത്താവെ അവിടുന്ന് ഇടയായെങ്കിൽ ഞങ്ങളുടെയും ജീവിതത്തിൽ കർത്താവെ താഴ്വരകളിൽ കുന്നുകളിൽ മലകളിൽ പ്രസംഗിപ്പാൻ, പ്രവർത്തിപ്പാൻ, ശുശ്രൂഷിപ്പാനൊക്കെയുള്ള ദൈവകൃപയുടെ ഞങ്ങൾക്ക് തെരുമാറാകണമെന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്ന പച്ച കർത്താവെ, ഞങ്ങളുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കുവാൻ തൊക്കണം. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ള മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. കണ്ണുനീർ കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കും. മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമായി തീരും. ഇങ്ങനെ എല്ലാവരും സിയോനിൽ ചെന്നെത്തും. ഞങ്ങൾ സിയോൻ യാത്രക്കാരാ കർത്താവെ. ഈ ലോക ജീവിത യാത്രയിൽ കർത്താവിൻ്റെ പൊന്നുമാർവോട് ചാരി ജീവിപ്പാൻ തൊക്കണം. അടിങ്ങളെ ഏവരെയും സഹായിക്കുമാറാകണേ. ഈ രാത്രി കൺവെൻഷൻ അടിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് മുഖാന്തരമാക്കി തീർക്കണമേ. അർപ്പിച്ച സ്തോത്ര കാഴ്ചയ്ക്കായിട്ട് സ്തോത്രം. കർത്താവെ, ഞങ്ങൾക്ക് ലഭിച്ചതിൽ നിന്ന് അല്പമായിട്ട് തിരുമേനിക്ക് മടക്കി തരുവാൻ തൊക്കണം. അവിടുന്ന് കർത്താവെ ഞങ്ങളുടെ ജീവിതത്തെ കഴിഞ്ഞ ദിവസം കേൾപ്പിച്ചതുപോലെ ഹന്നായുടെ ജീവിതം കരച്ചിലോടെ ആരംഭിച്ചെങ്കിൽ ദൈവ സ്നേഹത്തിൽ, ദൈവ സന്നിധിയിൽ സന്തോഷിപ്പാൻ അവൾക്കൊരു മുഖാന്തരം കൊടുത്തെങ്കിൽ അവിടെ ഞങ്ങൾ കണ്ടല്ലോ കർത്താവെ, പുരോഹിത കുടുംബത്തിൽ അവിടെയായിരുന്ന കർത്താവെ ആ വിനകാസന ഭാര്യയ്ക്ക് പറ്റിയതുപോലെ കർത്താവെ ഈക്കോബോധ് എന്ന് പറഞ്ഞ് അവിടെ കർത്താവെ അവിടെ ജീവിതം അവസാനിപ്പിച്ചെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം പോയി പോകുവാനായിട്ടല്ല കർത്താവെ ഞങ്ങളെ വിളിച്ചത്. ദൈവ മഹത്വം ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുന്നവരായിട്ട് തിരുമേനിക്ക് മഹത്വം കരയേറ്റിക്കൊണ്ട് ജീവിപ്പാൻ തൊക്കണം. അടിങ്ങളെ ഏവരെയും സഹായിക്കണമേ കർത്താവെ. ഞങ്ങളുടെ ജ്യോതിഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റോബിനച്ചന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇതിൻ്റെ ചുമതലക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ ചെറുതും വലുതുമായുള്ള എല്ലാ ശുശ്രൂഷ ചെയ്ത ഇതിൻ്റെ കൊയറംഗങ്ങളെ കർത്താവെ, ഇതിൻ്റെ ലൈവ് കാസ്റ്റ് ചെയ്ത കർത്താവെ പ്രിയ അച്ഛനെ, അങ്ങനെ ഇതിൻ്റെ സകല ശുശ്രൂഷകളിലും ചെറുതും വലുതുമായിട്ട് ഏറ്റെടുത്ത എല്ലാത്തിൻ്റെ മക്കളെയും തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന പച്ച കൂട്ടിക്കൊണ്ടുന്ന മക്കൾക്കായിട്ട് സ്തോത്രം. വരുന്ന ദിവസങ്ങളിൽ കൂടുതലായിട്ട് കടന്നു വന്ന് ദൈവവചനം ശ്രവിക്കുവാൻ തൊക്കണം. അതിൽ കൂടി അനുഗ്രഹം പ്രാപിപ്പാൻ തൊക്കണം. പ്രിയ മകൾ കർത്താവെ ഞങ്ങളെ ഓർപ്പിച്ചല്ലോ, പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും ഒരു ബാധയും നിൻ്റെ കൂടാരത്തിന് അടുക്കയില്ലെന്ന് പറയുവാൻ തൊക്കണം. ഞങ്ങളുടെ ദൈവത്തിൽ ആശ്രയം വയ്ക്കുവാൻ തൊക്കണം. ഈ രാത്രി ഞങ്ങളെ സഹായിക്കണം. കുടുംബമായിട്ട് കടന്നു വന്ന് കർത്താവെ സംബന്ധിച്ച പ്രിയ മകളെയും ആ കുടുംബത്തെയും അതുപോലെ തന്നെ കർത്താവെ ഇന്ന് കടന്നു വന്ന എല്ലാവരെയും ഒരിക്കൽ കൂടെ തിരുക്കരത്തിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന ഘട്ടത്തിനായിട്ട് സ്തോത്രം. സകലതും അടിയങ്ങൾക്ക് ജീവൻ എന്ന അരുമരക്ഷകന്റെ അൻപറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവത്തിന്റെ കൃപകളും ആശീർവാദവും കൃപയും കരുണയും കാവലും നാം ഓരോരുത്തരോടും നമ്മുടെ എല്ലാവിധമായ ജീവനുഭവങ്ങളോടും കേട്ട വചനങ്ങളോടും കൂടിയിരുന്ന് കാത്തു പരിപാലിച്ച് വഴി നടത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.